ഹലോ മക്കളെ, നമ്മൾ ഇന്ന് മുതലാണെങ്കിൽ ഓണം എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് 23-ാം തീയതി നിങ്ങൾക്ക് ബോട്ടണി ആണ് നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഏറ്റവും ചുരുക്കി ഈ ചാപ്റ്ററിനെ ഏറ്റവും ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒട്ടും സമയം നമുക്ക് കളയാനില്ല. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ നമ്മുടെ ചാപ്റ്റർ. മക്കളെ, ഈ ചാപ്റ്ററിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കണം. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ, കൺസെപ്റ്റുകൾ. ഒന്നാമത്തത് ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ലോകത്ത് ഇന്ന് വരെ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വന്നിട്ടുള്ള സിസ്റ്റങ്ങളെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ നമുക്ക് വേണം. ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന്റെ ഹിസ്റ്ററി, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നിന്നാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നിന്നാണ് എല്ലാ വർഷങ്ങളിലും ഓണം എക്സാമിനായാലും ശരി, ലാസ്റ്റിൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമിനായാലും ശരി, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലാണ്. ഇനി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഇനി നിങ്ങൾക്ക് മുമ്പോട്ട് അറിയാം എല്ലാം നമുക്ക് ആരെ കുറിച്ചാണ് പഠിക്കാനുള്ളത്, എന്ത് ഫോളോ ചെയ്താൽ നമുക്ക് പഠിക്കാനുള്ളത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്താണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ കിങ്ഡം മുനീറ പഠിക്കണം, കിങ്ഡം പ്രോട്ടിസ്റ്റ പഠിക്കണം, കിങ്ഡം ഫംഗൈ പഠിക്കണം, പ്ലാന്റേ അനിമേലിയ നമുക്ക് പഠിക്കാനില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വലിയ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. അഞ്ചാമത്തത് വൈറസ്, വൈറോയിഡ്സ്, പ്രിയോൺസ്, ലൈക്കൺസ്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഓവറോൾ ഐഡിയ നമുക്കുണ്ട് എങ്കിൽ കൃത്യമായി നമ്മൾ ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ എക്സാമിന് ഫുൾ മാർക്ക് നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ എക്സാം ക്ലാസ്സിൽ ഈ 5 ടോപ്പിക്കുകൾ വളരെ കൃത്യമായി ഈ എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ അതെല്ലാം ചർച്ച ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ആദ്യത്തെ നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട ഒന്നാമത്തെ കൺസെപ്റ്റ് ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന്റെ ഹിസ്റ്ററി മക്കളെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ലോകത്തിൽ ആദ്യമായി ജീവികളെ സയന്റിഫിക്കായി ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ച സയന്റിസ്റ്റ് ആണ് അരിസ്റ്റോട്ടിൽ. ലോകത്തിൽ ആദ്യമായി ജീവികളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ, സയന്റിഫിക്കായി ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ച വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹമാണെങ്കിൽ നോക്കൂ, അരിസ്റ്റോട്ടിൽ വാസ് ദ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ടു എ മോർ സയന്റിഫിക് ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം. ചോദിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും. എന്താണ്? ലോകത്തിൽ ആദ്യമായി ജീവികളെ സയന്റിഫിക് അപ്രോച്ചിൽ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ച ആൾ ആരാണ്? ഹി ഈസ് ദ അരിസ്റ്റോട്ടിൽ. ആൻഡ് ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അദ്ദേഹം പ്ലാന്റുകളെയും അനിമലുകളെയും ക്ലാസിഫൈ ചെയ്തു. The plants are classified on the basis of their morphology. പ്ലാന്റുകളെ അദ്ദേഹം എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ക്ലാസിഫൈ ചെയ്തത്? മോർഫോളജി ഉപയോഗിച്ച്. ഇൻഡു ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ്. അദ്ദേഹം എങ്ങനെയാ തിരിച്ചത്? ഹെർബുകളെന്നും ഷ്രബുകളെന്നും ട്രീകളെന്നും. ബേസ്ഡ് അപ്പോൺ മോർഫോളജി. ഒരു പ്ലാന്റ് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നതിനെ ബേസ് ചെയ്ത് ഹെർബുകൾ, തീരെ ചെറിയ ചെടികളെ അദ്ദേഹം ഹെർബുകൾ എന്ന് വിളിച്ചു. കുറച്ചുകൂടെ പൊക്കം വയ്ക്കുന്ന കുറ്റിച്ചെടികളെ അദ്ദേഹം ഷ്രബുകൾ എന്ന് വിളിച്ചു. നല്ല പൊക്കം വയ്ക്കുന്ന വലിയ ചെടികളെ അദ്ദേഹം ട്രീസ് എന്ന് വിളിച്ചു. ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആരെ അദ്ദേഹം പരിഗണിച്ചില്ല. അദ്ദേഹം പ്ലാന്റ്സിനെ അവരുടെ മോർഫോളജി ബേസ് ചെയ്ത് ഹെർബുകളെന്നും ഷ്രബുകളെന്നും ട്രീകളെന്നും തിരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു ബേസ്ഡ് അപ്പോൺ ദെയർ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അതായത് അനിമൽസിന്റെ ബോഡിയിൽ റെഡ് ബ്ലഡ് സെല്ലുകൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്ത് അനിമൽസിനെ അദ്ദേഹം രണ്ടായിട്ട് തിരിച്ചു. അനിമൽസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് അനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ആദ്യമായി ഒരു സയന്റിഫിക് ക്രൈറ്റീരിയ ഉപയോഗിച്ച്, എന്തുപയോഗിച്ച്? സയന്റിഫിക്, ശാസ്ത്രീയ മാനദണ്ഡം എന്ന് പറയും, സയന്റിഫിക് ക്രൈറ്റീരിയ ഉപയോഗിച്ച് ജീവികളെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ച സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അദ്ദേഹം പ്ലാന്റുകളെ അവരുടെ മോർഫോളജി ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയൊക്കെയാണ്? ഹെർബുകളെന്നും ഷ്രബുകളെന്നും ട്രീകളെന്നും.
അതുപോലെ തന്നെ അനിമൽസിനെ അദ്ദേഹം RBCയുടെ പ്രസൻസും ആബ്സെൻസും നോക്കി. അവരുടെ ബ്ലഡിൽ RBC ഉണ്ടോ ഇല്ലയോ എന്നത് നോക്കി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അനിമൽസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് അനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ്. ദിസ് വാസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ. ലോകത്തിൽ ആദ്യമായി നടന്ന സയന്റിഫിക് ക്ലാസിഫിക്കേഷന്റെ അറ്റംപ്റ്റ് ഇതായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ശേഷം വീണ്ടും വരികയാണ് ലിനേഴ്സ്. കരോളസ് ലിനേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കരോളസ് ലിനേഴ്സ് എന്ന ഫാദർ ഓഫ് ടാക്സോണമി എന്നൊക്കെ അറിയപ്പെടുന്ന ഫാദർ ഓഫ് ടാക്സോണമി. ഒരു തവണത്തെ ചോദ്യമായിരുന്നു, ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശരിക്കും അത് ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, ലിവിംഗ് വേൾഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്നാൽ ഇവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്ന കരോളസ് ലിനേഴ്സ് 1758 1758 പ്രപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ, ആൻഡ് ദാറ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വാസ് കോൾഡ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ലിനേഴ്സ് കൊണ്ടുവന്ന, ടാക്സോണമിയുടെ പിതാവായ കരോളസ് ലിനേഴ്സ് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ പേരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. And according to this system, ഈ സിസ്റ്റം വെച്ച് he classified the whole organisms in the world into two kingdoms. അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ എന്താ ചെയ്തത്? ലോകത്തുള്ള മുഴുവൻ ജീവികളെയും രണ്ട് കിങ്ഡങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തു. ലോകത്തിലുള്ള മുഴുവൻ ജീവികളെയും രണ്ട് കിങ്ഡങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തു. ദ ഫസ്റ്റ് കിങ്ഡം ഈസ് കാൾഡ് കിങ്ഡം പ്ലാന്റേ ആൻഡ് ദ സെക്കൻഡ് കിങ്ഡം ഈസ് കാൾഡ് കിങ്ഡം അനിമേലിയ. അദ്ദേഹം എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തേ? ഒരു കൂട്ടത്തെ, അതായത് ലോകത്തുള്ള മുഴുവൻ ജീവികളെയും പ്ലാന്റ്സ്, ഒരു വിഭാഗത്തെ പ്ലാന്റ് എന്നും തിരിച്ചു, ഒരു വിഭാഗത്തെ അനിമൽസ് എന്നും തിരിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ മാനദണ്ഡം? ഈ പ്ലാന്റ് എന്നും അനിമൽ എന്നും അദ്ദേഹം തിരിച്ചത് എന്തിന്റെ ബേസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ്, ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വാൾ. എന്തിനെ ബേസ് ചെയ്താടേ? പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വാൾ. സെൽ വാൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്ത്. സെല്ലിന് ചുറ്റും സെൽ മെംബ്രെയിന്റെ പുറത്തായിട്ട് സെൽ വാൾ ഉണ്ടോ? സെൽ വാൾ ഉള്ളവരെല്ലാം പ്ലാന്റുകൾ, സെൽ വാൾ ഇല്ലാത്തവരെല്ലാം അനിമൽസ്. അപ്പൊ ഇദ്ദേഹം ഒരൊറ്റ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? ലോകത്തുള്ള മുഴുവൻ ജീവികളെയും ക്ലാസിഫൈ ചെയ്ത ഒരൊറ്റ ക്രൈറ്റീരിയ ബേസ് ചെയ്തായിരുന്നു, ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വാൾ ഇൻ ദെയർ സെൽ. സെല്ലിൽ സെൽ വാൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്ത്. അപ്പൊ അനിമൽസിലാണെങ്കിൽ നമുക്കറിയാം പുറമേ എന്തില്ല, പ്ലാസ്മ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ, അതിന് പുറമേ സെൽവാൾ ഇല്ല. എന്നാൽ അനിമൽ സെല്ലുകളിലാണെങ്കിൽ, പ്ലാന്റ് സെല്ലുകളിലാണെങ്കിൽ എന്തുണ്ട്? കൃത്യമായി സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച സെൽവാൾ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ തെറ്റിദ്ധരിച്ചു, ലോകത്തുള്ള പ്ലാന്റുകൾക്കെല്ലാം സെൽവാൾ ഉണ്ട്, എന്നാൽ അനിമൽസിനൊന്നും എന്തില്ല, സെൽവാൾ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ലോകത്താകെ രണ്ട് ടൈപ്പ് ജീവികൾ മാത്രമേ ഉള്ളൂ, പ്ലാന്റുകളും അനിമലുകളും. അതിനൊരു പേരും കൊടുത്തു, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പൊ ഇങ്ങനെ രണ്ട് കിങ്ഡങ്ങളായിട്ട് തിരിച്ചു. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തെ നമ്മൾ എന്തെന്നറിയപ്പെടുന്നു? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്നു. ഇനി ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നോക്കിയേ, ഡ്രോബാക്സ് ഓഫ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. മക്കളെ, ഒരു പ്രാവശ്യത്തെ എക്സാമിന്റെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. റൈറ്റ് എനി 3 ഡ്രോബാക്സ് ഓഫ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഏതെങ്കിലും 3 ഡ്രോബാക്കുകൾ എഴുതുക. നമ്മൾ ആ 3 എണ്ണമേ പറയുന്നുള്ളൂ. നോക്കൂ, prokaryotes, bacteria and cyanobacteria, and eukaryotes, fungi, mosses, ferns, gymnosperm and angiosperm were included under plants based on the presence of cell wall. Cell wall ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം വെച്ച് നോക്കടേ, ബാക്ടീരിയക്ക് സെൽ വാൾ ഉണ്ട്, സയാനോ ബാക്ടീരിയക്കും സെൽ വാൾ ഉണ്ട്. അവരെ പിടിച്ച് ആരുടെ കൂടെയാണ് പ്ലേസ് ചെയ്തത്? യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള പ്ലാന്റുകളുടെ കൂടെ പ്ലേസ് ചെയ്തു. അതും ഫംഗസും ആ കൂട്ടത്തിൽ വന്നു. ആലോചിക്കണം, പ്ലാന്റിന്റെ കൂട്ടത്തിൽ ആരൊക്കെ വന്നു? പ്രോക്യാരിയോട്ടിക്, വ്യക്തമായ ന്യൂക്ലിയസോ വ്യക്തമായി മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയസോ സെൽ ഓർഗനൽസോ ഇല്ലാത്ത ബാക്ടീരിയയും സയനോ ബാക്ടീരിയയും ആരുടെ കൂടെ വന്നു? പ്ലാന്റ്സിന്റെ ഒപ്പം വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള പ്ലാന്റ്സിന്റെ കൂടെ വന്നു. അപ്പോ ഹി ഇൻക്ലൂഡഡ് prokaryotes and eukaryotes together. പ്രോക്യാരിയോട്ടുകളെയും യൂക്യാരിയോട്ടുകളെയും ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരുമിച്ച് പ്ലേസ് ചെയ്തു. ഈ ക്ലാസിഫിക്കേഷന്റെ ഒന്നാമത്തെ ഡ്രോബാക്ക് ഇതാണ്. പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ മുതലായ ഓർഗാനിസംസ് യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള ആരോടൊപ്പം വന്നു? ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പം, ആൻജിയോസ്പം മുതലായവയോടൊപ്പം വന്നു. ഇവരെല്ലാം ആരാണ്? മോസസും ഫേൺസും ജിംനോസ്പമോ ആൻജിയോസ്പമോ ഒക്കെ ആരാണ്? അവര് പ്ലാന്റുകളാണ് അല്ലേ? ഫംഗസ് നോക്ക്, അവരുടെ കൂടെ വന്ന് കിടക്കുക. ഇതും ഒരു ഡ്രോബാക്ക് ആണ്, ഇനി നമ്മൾ പറയും. അപ്പോ പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും ഒരുമിച്ച് ഉൾപ്പെടുത്തി, ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്ത ആദ്യത്തെ തെറ്റ്. രണ്ടാമത്തെ, അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷന്റെ രണ്ടാമത്തെ ഡ്രോബാക്ക് നോക്കണേ, ഇറ്റ് ഇൻക്ലൂഡഡ് ദ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ടുഗദർ.
നോക്ക്, അദ്ദേഹം യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളെയും മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങളെയും ഒരുമിച്ച് പ്ലേസ് ചെയ്തു. എക്സാമ്പിൾ പറയുന്നത് കേട്ടെ. എക്സാമ്പിൾ ക്ലാമിഡോമോണാസ് ആൻഡ് സ്പൈറോഗെയർ. ഒരു കാലത്ത് ക്ലാമിഡോമോണാസിനെ എന്തെന്നായിരുന്നു അറിയപ്പെടുന്നത്? ഒരു യൂണിസെല്ലുലാർ ആൽഗെ എന്നായിരുന്നു. ക്ലാമിഡോമോണസ് ഒരു പ്ലാന്റ് ആണെന്നായിരുന്നു പണ്ട് കരുതിയിരുന്നത്, ഒരു യൂണിസെല്ലുലാർ ആൽഗെ. ഇവൻ ആരാണ്? ഒരു ഫിലമെന്റസ് ആൽഗയാണ്. ഫിലമെന്റസ് ആൽഗെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഒന്നിൽ കൂടുതൽ സെല്ലുകളുണ്ട് അല്ലെ. ഫിലമെന്റസ് ആൽഗയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയട്ടെ, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗയെയും ഫിലമെന്റസ് ആയിട്ടുള്ള ആൽഗയെ ഒരുമിച്ചിട്ടു, അതായത് യൂണിസെല്ലുലാറിനെയും മൾട്ടി സെല്ലുലാറിനെയും ഒരുമിച്ച് പ്ലേസ് ചെയ്തു. രണ്ടും ആൽഗയാണെന്ന് കരുതി അങ്ങ് പ്ലേസ് ചെയ്തു. കണ്ടോടെ, ഇപ്പൊ ക്ലാമിഡോമോണസ് എവിടെ അല്ല? ആൽഗയുടെ കൂട്ടത്തിലല്ല. അതിനെ ആൽഗയിൽ നിന്ന് പുറത്താക്കി. പകരം അതിനെ ഇപ്പൊ പ്രോട്ടിസ്റ്റ എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിന് എല്ലാത്തിനും കൂടെ വേണ്ടി ഒരു കിങ്ഡം വന്നു, ദാറ്റ് ഈസ് കോൾഡ് പ്രോട്ടിസ്റ്റ. അപ്പൊ നോക്ക് മക്കളെ, it included the unicellular and multicellular organisms in the same group. Example Chlamydomonas and Spirogyra. ഇനി അടുത്ത ഡ്രോബാക്ക് നോക്ക്. They did not differentiate between heterotrophic fungi and autotrophic green plants. എന്താ പറഞ്ഞേ? ഹെട്രോട്രോഫിക് ഓർഗാനിസങ്ങളെയും ഓട്ടോട്രോഫിക് ഓർഗാനിസങ്ങളെയും ഇദ്ദേഹം വേർതിരിച്ചില്ല. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഫംഗസ്, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേം എല്ലാം ഒരുമിച്ചല്ലേടെ കിടക്കുന്നത്. ഇതിൽ മോസും ഫേൺസും ജിംനോസ്പേമും ആൻജിയോസ്പേമും പ്ലാന്റ്സാണ്. ഇവർ ഓട്ടോട്രോഫിക് ആണ്, ഇവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ഫംഗസിനോ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ സ്വന്തമായി ആഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത ഫംഗസുകളെ, അതായത് ഹെട്രോട്രോഫിക് ആയിട്ടുള്ള മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഫംഗസുകളെ ആരോടൊപ്പമാണ് പ്ലേസ് ചെയ്തത്? ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സിനൊപ്പമാണ് പ്ലേസ് ചെയ്തത്. ദിസ് ഈസ് അനദർ ഡ്രോബാക്ക്, മറ്റൊരു ഡ്രോബാക്ക് ആണ്. അപ്പൊ എന്തൊക്കെയാ മക്കളെ ഡ്രോബാക്കുകൾ ഒന്നുകൂടെ പറ. പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും ഒരുമിച്ച് പ്ലേസ് ചെയ്തു. എക്സാമ്പിൾ ബാക്ടീരിയ ആൻഡ് സയനോബാക്ടീരിയ വെയർ ഇൻക്ലൂഡഡ് വിത്ത് പ്ലാന്റ്സ്. ബാക്ടീരിയ, സയനോബാക്ടീരിയ മുതലായ പ്രോക്യാരിയോട്ടുകളെ ആരോടൊപ്പം പ്ലേസ് ചെയ്തു? പ്ലാന്റ്സിനോടൊപ്പം പ്ലേസ് ചെയ്തു. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്താണ്? യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആർ പ്ലേസ്ഡ് ടുഗദർ. എക്സാമ്പിൾ ദ ക്ലാമിഡോമോണസ് ഈസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം വിച്ച് ഈസ് ഇൻക്ലൂഡഡ് വിത്ത് എ ഫിലമെന്റസ് ആൽഗെ സ്പൈറോഗെയറ. നോക്ക്, അത് ആൽഗയാണെന്ന് തെറ്റിദ്ധരിച്ച് ആരോടൊപ്പം പ്ലേസ് ചെയ്തു? സ്പൈറോഗെയറ എന്ന് പറയുന്ന മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫിലമെന്റസ് ആൽഗയോടൊപ്പം പ്ലേസ് ചെയ്തു. മൂന്നാമത്തെ ഡ്രോബാക്ക് എന്താണ്? ദ ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആർ പ്ലേസ്ഡ് ടുഗദർ. ഓട്ടോട്രോഫിക് ഓർഗാനിസത്തെയും ഹെട്രോട്രോഫിക് ഓർഗാനിസത്തെയും ഒരുമിച്ച് പ്ലേസ് ചെയ്തു. എക്സാമ്പിൾ ദ ഫംഗൈ ഈസ് എ ഹെട്രോട്രോഫിക് ഗ്രൂപ്പ്. ഫംഗസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെട്രോട്രോഫിക് ഗ്രൂപ്പ് ആണ്. ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് വിത്ത് ഓട്ടോട്രോഫിക് പ്ലാന്റ്സ്. ഫംഗസ് എന്ന് പറയുന്ന ഹെട്രോട്രോഫിക് ഗ്രൂപ്പിനെ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റിനോടൊപ്പം പ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് അനദർ ഡ്രോബാക്ക്. ഇനി അവസാനം ഒരു ഡ്രോബാക്ക് കൂടെ പറയാനുണ്ട്. ഫംഗൈ ഹാവ് കൈറ്റിനസ് സെൽ വാൾ വൈൽ ദ ഗ്രീൻ പ്ലാന്റ്സ് ഹാവ് സെല്ലുലോസിക് സെൽ വാൾ. ഇദ്ദേഹം സെൽവാൾ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ പഠിച്ചുള്ളൂ മക്കളെ. എന്തിനെ കുറിച്ച് പഠിച്ചില്ല? സെൽവാൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് നോക്കിയില്ല. അദ്ദേഹം ഫംഗസിനെ എന്തുകൊണ്ടാ പ്ലാന്റിന്റെ കൂടെ ഇട്ടത്? ഫംഗസിന് സെൽവാളുണ്ട്, പ്ലാന്റിനും സെൽവാളുണ്ട്. അപ്പൊ പിന്നെ സെൽവാൾ ഉള്ളവന്മാരെല്ലാം പ്ലാന്റ്. അങ്ങനല്ലായിരുന്നു ചെയ്യേണ്ടത്. സെൽവാളിന്റെ എന്ത് പഠിക്കണമായിരുന്നു? കോമ്പോസിഷൻ, എന്തുകൊണ്ടാണ് സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പഠിക്കണമായിരുന്നു. അത് അദ്ദേഹം ചെയ്തോ? ഇല്ല, അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ഒന്ന് മനസ്സിലാക്കിയിരുന്നല്ലേ എങ്കിൽ ഫംഗസിന് സെൽവാളുണ്ട്, പക്ഷെ മക്കളെ അത് നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. പ്ലാന്റിനും സെൽവാളുണ്ട്, പക്ഷെ അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. ഇപ്പൊ രണ്ടിനെ ഒരുമിച്ചിടാൻ പറ്റുമോ? സെൽവാൾ ഉണ്ടെന്നുള്ള ഒറ്റ കാരണം വെച്ച് ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഫംഗൈ വെയർ ദ ഫംഗൽ സെൽവാൾ ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് plant cell wall is made up of cellulose. So the Linnaeus do not studied about the cell wall composition. Linnaeus എന്തിനെ കുറിച്ച് പഠിച്ചിട്ടില്ല? സെൽ വാൾ കോമ്പോസിഷനെ കുറിച്ച് പഠിച്ചിട്ടില്ല. These are the four major drawbacks of two kingdom classification. Two kingdom classificationന്റെ 4 പ്രധാനപ്പെട്ട ഡ്രോബാക്കുകളാണിത്. ഏതെങ്കിലും 3 എണ്ണം കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും 3 പോയിന്റുകൾ നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ ക്ലാസിഫിക്കേഷന്റെ പരിമിതികളെ എല്ലാം മറികടന്നുകൊണ്ട് അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വന്നു. ദാറ്റ് ഈസ് കോൾഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് ലോകത്തുള്ള ജീവികളെ മുഴുവൻ 2 കിങ്ഡങ്ങളായിട്ട് തിരിക്കാം. കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. ഇങ്ങനല്ലയോ നമ്മൾ കരുതിയിരുന്നത്? ആണ്. എന്നാൽ ഇങ്ങനല്ലടാ. ലോകത്തിലുള്ള മുഴുവൻ ഓർഗാനിസങ്ങളെയും കൃത്യമായി തരംതിരിക്കണമെങ്കിൽ മക്കളെ മിനിമം 5 കിങ്ഡങ്ങളുടെയെങ്കിലും ആവശ്യമുണ്ട്.
അപ്പൊ അത് ആരാണ് പറഞ്ഞത്? R.H. വിറ്റാക്കർ. ഇറ്റ് പ്രൊപ്പോസ്ഡ് ബൈ R.H. വിറ്റാക്കർ അഥവാ റോബർട്ട് ഹാർഡിംഗ് വിറ്റാക്കർ. റോബർട്ട് ഹാർഡിംഗ് വിറ്റാക്കർ അഥവാ R.H. വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1969 അദ്ദേഹം പറയുകയാണ്, ലോകത്തുള്ള ജീവികളെ മുഴുവൻ 5 കിങ്ഡങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഇറ്റ് ഇൻക്ലൂഡ്, ആ 5 കിങ്ഡങ്ങൾ ആരൊക്കെയാണ്? കിങ്ഡം മുനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. അപ്പൊ 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ശരിയായിരുന്നോടാ? അല്ല, അതിന് കുറെ ഡ്രോബാക്സ് ഉണ്ട്. അത് മനസ്സിലാക്കി 1969 ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്? R.H. വിറ്റാക്കർ, റോബർട്ട് ഹാർഡിംഗ് വിറ്റാക്കർ ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ച് ഏതൊക്കെയാണ് ആ 5 കിങ്ഡങ്ങൾ? കിങ്ഡം മുനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. ദെൻ ദിസ് ഈസ് ബേസ്ഡ് ഓൺ, മക്കളെ, ഒരു ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാതെ ഇരുന്ന പരീക്ഷകൾ വളരെ ചുരുക്കമാണ്. എന്തായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വിറ്റാക്കർ ഉപയോഗിച്ച ക്രൈറ്റീരിയകൾ? ജീവികളെ 5 കിങ്ഡങ്ങളാക്കി തിരിച്ചു എന്ന് പറഞ്ഞു. ലിനേഴ്സ് എന്ത് ബേസ് ചെയ്താണ് തിരിച്ചത്? ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വാൾ. സെൽ വാൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി. എന്നാൽ ഇദ്ദേഹം അങ്ങനല്ല. ഇദ്ദേഹം വേറെ കുറെ ക്രൈറ്റീരിയകൾ പരിഗണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണടാ? സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. എന്തൊക്കെയാടാ പരിഗണിച്ചോന്ന് പറഞ്ഞേ. നമ്പർ ഇട്ട് കൃത്യമായിട്ട് മക്കളെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ എഴുതി വെച്ചോളുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതാണ്? വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് കൺസിഡേർഡ് ബൈ വിറ്റാക്കർ ഫോർ ഹിസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി വിറ്റാക്കർ ഉപയോഗിച്ച ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്? സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, phylogenetic relationship. What do you mean by phylogenetic relationship? Phylogenetic relationship is the evolutionary relationship. എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ഫൈലോജനി? എന്താണ് ഫൈലോജനി എന്ന് ചിലപ്പോൾ ചോദിക്കാം. എന്തുവാ ഫൈലോജനി? The study of evolutionary relationship between organisms is called phylogeny. രണ്ടോ അതിലധികമോ ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധത്തെക്കുറിച്ച് പഠിക്കുക, എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന സയൻസ് ബ്രാഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് ഫൈലോജനി എന്ന് പറയുന്നത്. അപ്പോൾ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ മക്കളെ? എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അപ്പോൾ വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് കൺസിഡേർഡ് ബൈ R.H. വിറ്റാക്കർ ഫോർ ഹിസ് ക്ലാസിഫിക്കേഷൻ? ദാറ്റ് ഈസ് സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഴുതാം ബോഡി ഓർഗനൈസേഷൻ. താലസ്, എപ്പോഴാണ് നമ്മൾ ബോഡിയെ താലസ് എന്ന് വിളിക്കുന്നതെന്നൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ബോഡി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയാസ് കൺസിഡേർഡ് ബൈ R.H. വിറ്റാക്കർ ഫോർ ഹിസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആൻഡ് വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദിസ് 5 കിങ്ഡംസ്? അദ്ദേഹം ക്ലാസിഫൈ ചെയ്ത 5 കിങ്ഡങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാ? മുനീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. അപ്പൊ ഈ 5 കിങ്ഡങ്ങളുടെയും പ്രത്യേകത എന്താണ്? നോക്കൂ മക്കളെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. മുനീറ എഴുതിയിട്ടുണ്ട്, പ്രോട്ടിസ്റ്റ എഴുതിയിട്ടുണ്ട്, ഫംഗൈ എഴുതിയിട്ടുണ്ട്, പ്ലാന്റേ എഴുതിയിട്ടുണ്ട്, അനിമേലിയ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ടേബിൾ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഈ ടേബിൾ മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. ABCD എന്ന് പറഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഡാഷ് ഇട്ട് നിങ്ങളോട് ചോദിക്കാം, ഓണപരീക്ഷയ്ക്ക് ചോദിക്കാം. നിങ്ങളിപ്പോൾ എഴുതാൻ റെഡി ആയിരിക്കണം. നോക്ക്, നമുക്കത് മനസ്സിലാക്കി ഒന്ന് പഠിക്കാം. മുനീറയുടെ ക്യാരക്ടേഴ്സ് ദാ ഈ സൈഡ് എഴുതിയിട്ടുണ്ട്. സെൽ ടൈപ്പ്, സെൽ വാള്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. നോക്കടാ, മുനീറയിൽ വരുന്ന ജീവികൾ മക്കളെ ശ്രദ്ധിച്ച് കേട്ടോണം. മുനീറയിൽ വരുന്ന ജീവികൾ യൂണിസെല്ലുലാർ, ശ്രദ്ധിച്ചോണേ, യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. കിങ്ഡം മുനീറയിൽ വരുന്ന ജീവികൾ എങ്ങനെയുള്ള ജീവികളായിരിക്കുമെടാ? പറയടാ. യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടുകളായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കടാ, മുനീറ സെൽ ടൈപ്പ് പ്രോകാരിയോട്ടിക്. സെൽ ടൈപ്പ് എന്തെന്നാ എഴുതിയിരിക്കുന്നത്? പ്രോകാരിയോട്ടിക്. ശരി തന്നെയാണ്, പ്രോകാരിയോട്ടിക് ആണ്. യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടുകൾ വരുന്ന കിങ്ഡമാണ് ആര്? മുനീറ. അടുത്തത് സെൽവാൾ, നോൺ സെല്ലുലോസിക്. സെല്ലുലോസ് കൊണ്ടല്ല സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്. അവരുടെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടല്ല, പകരം മറ്റു ചില പോളിസാക്കറൈഡുകൾ കൊണ്ടും അമിനോ ആസിഡ് കൊണ്ടുമാണ്. ആൻഡ്
their nuclear membrane is absent. മക്കളെ അതുകൊണ്ടല്ലേ പ്രോക്യാരിയോട്ട് എന്ന് വിളിക്കുന്നത്. ഒരു സെല്ലിനകത്ത് വ്യക്തമായ ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ മുണീറെ എന്തുകൊണ്ട് പ്രോക്യാരിയോട്സ് എന്ന് വിളിക്കുന്നത്? അതിന് വ്യക്തമായ എന്തില്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്, അതുകൊണ്ടാണ്. ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ എന്താ? യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ ആയതുകൊണ്ടാണ് ബോഡി ഓർഗനൈസേഷൻ സെല്ലുലാർ എന്ന് പറഞ്ഞത്. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയൊക്കെ ഉണ്ട്? ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്ന മുണീറൻസ് ഉണ്ട്. സ്വന്തമായി ഫുഡ് നിർമ്മിക്കാൻ കഴിയുന്ന മുണീറൻസ് ഉണ്ട്. ദാറ്റ് മേ ബി ത്രൂ ഫോട്ടോസിന്തസിസ് ഓർ കീമോസിന്തസിസ്. ഫോട്ടോസിന്തസിലൂടെയോ കീമോസിന്തസിലൂടെയോ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന മുണീറൻസ് ഉണ്ട്. ആൻഡ് ഹെട്രോട്രോഫിക്, ചിലപ്പോൾ എന്തു ആവാം? ഹെട്രോട്രോഫിക്കും ആവാം. മീൻസ് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാം. ലൈക്ക് സാപ്രോഫൈറ്റ് ഓർ പാരസൈറ്റ്. എന്താണ് സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ? ഒബ്റ്റെയിൻ ദെയർ ഫുഡ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ചത്തതോ അഴുകിയതോ ആയ സാധനങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആ ടൈപ്പ് ന്യൂട്രീഷനെ പറയുന്ന പേരാണ് സാപ്രോഫൈറ്റിസം. എന്താണ് പാരസൈറ്റിസം? ഒരു ലിവിങ് ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാരസൈറ്റിസം. ആൻഡ് ദിസ് ഈസ് ദ ക്യാരക്ടർ ഓഫ് മുണീറ. അപ്പൊ മുണീറയിൽ വരുന്ന ജീവികൾ എങ്ങനെയുള്ളവരാണെന്ന് ചോദിച്ചാൽ കണ്ണും പൊട്ടി പറഞ്ഞോണം, ദേ ആർ യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്സ്. യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടുകൾ വരുന്ന കിങ്ഡം ആണ് മുണീറ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സെൽ ടൈപ്പ് പ്രോക്യാരിയോട്ടിക് ആണ്. സെൽവാൾ സെല്ലുലോസിക്, നോൺ സെല്ലുലോസിക്, ദാറ്റ് ഈസ് പോളിസാക്കറൈഡ് ഓർ അമിനോ ആസിഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്, അതുകൊണ്ടാണ് പ്രോക്യാരിയോട്ടിക് ആയത്. ബോഡി ഓർഗനൈസേഷൻ യൂണിസെല്ലുലാർ ആണ്, സെല്ലുലാർ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ഓർ ഹെട്രോട്രോഫിക്. ഓക്കെ, ഇനി പ്രോട്ടിസ്റ്റ നോക്കും മക്കളെ. അടുത്ത ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് പ്രോട്ടിസ്റ്റ, അല്ലെങ്കിൽ അടുത്ത കിങ്ഡം ആണ് പ്രോട്ടിസ്റ്റ. മക്കളെ പ്രോട്ടിസ്റ്റയിൽ വരുന്ന ജീവികൾ, എവിടെ വരുന്ന ജീവികൾ? പ്രോട്ടിസ്റ്റയിൽ വരുന്ന ജീവികൾ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ഒരു സെല്ല് മാത്രമേ ഉള്ളൂ, പക്ഷേ വ്യക്തമായ മെംബ്രെയിൻ കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ന്യൂക്ലിയസ് അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ജീവികളാ? യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് ആരെന്ന് പറയുന്നത്? കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോട്ടിസ്റ്റ നോക്കട്ടെ. സെൽ ടൈപ്പ് യൂക്കാരിയോട്ടിക്. സെൽ ടൈപ്പ് എങ്ങനെയാണ്? യൂക്കാരിയോട്ടിക് ആണ്. സെൽവാൾ പ്രസന്റ് ഇൻ സം. ചിലരിൽ എന്തുണ്ട്? സെൽവാൾ ഉണ്ട്. എല്ലാവരിലും സെൽവാൾ ഉണ്ടോ? ഇല്ല. പ്രസന്റ് ഇൻ സം. ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ്. മിക്കവാറും ഉള്ളവരിലെന്നല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആയതുകൊണ്ടാണ് അവർ യൂക്കാരിയോട്ടിക് ആയത്. ദെൻ ബോഡി ഓർഗനൈസേഷൻ, അവരും സെല്ലുലാർ ആണ്, കാരണം നമ്മൾ ഇവിടെ എഴുതി യൂണിസെല്ലുലാർ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ഓർ ഹെട്രോട്രോഫിക്. ഇവർക്ക് കീമോസിന്തസിസ് കാണുന്നില്ല, പകരം ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് മാത്രമേ ഉള്ളൂ. ഫോട്ടോസിന്തസിലൂടെ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നവരും ഇതിനകത്തുണ്ട്, ഹെട്രോട്രോഫിക് ആയിട്ടുള്ളവരും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി ഫംഗസ് നോക്കടാ. ഫംഗസ്. ഇപ്പൊ ഫംഗസിൽ വരുന്ന ജീവികൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ പറയും, ഫംഗസിൽ വരുന്ന ജീവികൾ ഫംഗൈ, യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. രണ്ട് തരം ജീവികളും ഉണ്ട്. യൂണിസെല്ലുലാറും ഉണ്ട്, മൾട്ടി സെല്ലുലാറും ഇതിനകത്ത് വരാം. യൂണിസെല്ലുലാർ ആയിട്ട് ഒറ്റ ഫംഗസേ നമുക്ക് പഠിക്കാനുള്ളൂ, ഈസ്റ്റ് ആണത്. ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗസ് മാത്രമേ ലോകത്ത് യൂണിസെല്ലുലാർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. ഹെറ്ററോട്രോഫിക്, പ്രത്യേകം ഓർത്തോണം, ഹെറ്ററോട്രോഫിക്. യൂക്കാരിയോട്ടിക് ആയിരിക്കും. കാര്യം മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള എല്ലാവരും എന്തായിരിക്കും? യൂക്കാരിയോട്ടിക് ആയിരിക്കും. അത് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഹെറ്ററോട്രോഫിക്. ആൻഡ് their cell wall is made up of പറഞ്ഞോ മക്കളെ. ഫംഗസിന്റെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ പേരെന്തുവാ? കൈറ്റിൻ. സെൽവാൾ ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ. അപ്പൊ നോക്ക് പറഞ്ഞിരിക്കുന്നു, നോക്ക്, ഫംഗസ് യൂക്കാരിയോട്ടിക് ആണ്. അവരുടെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് സെൽവാൾ പ്രസന്റ് ആണ്, കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്. അതിൽ ഈ കൈറ്റിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ കൊണ്ടാണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്, കാരണം അവർ യൂക്കാരിയോട്ടിക് ആണ്. ഇനി ബോഡി ഓർഗനൈസേഷൻ മൾട്ടി സെല്ലുലാർ ഓർ ലൂസ് ടിഷ്യൂ ആയിട്ടാണ്. മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ ആയിട്ടാണ് അവരുടെ ബോഡി ഓർഗനൈസേഷൻ കാണാൻ പറ്റുന്നത്. മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കും മക്കളെ, എല്ലാവരും ഹെട്രോട്രോഫിക് ആണ്. ലോകത്തിലുള്ള ഒരു ഫംഗസ് പോലും ഓട്ടോട്രോഫിക് ആയിട്ടില്ല. എല്ലാവരും എന്താണ്? ഹെട്രോട്രോഫിക് ആണ്. ഇനി പ്ലാന്റേ നോക്കടാ. പ്ലാന്റയിൽ വരുന്ന ജീവികളുടെ പ്രത്യേകത നോക്കൂ. പ്ലാന്റേ നോക്ക്. പ്ലാന്റേ ആർ യൂക്കാരിയോട്ടിക്, പ്രസന്റ്. സെൽവാൾ എല്ലാവരിലും ഉണ്ട്. സെൽവാൾ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഇവിടെ കൈറ്റിൻ ആണെങ്കിൽ പ്ലാന്റിന്റെ സെൽവാൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ്. ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ ടിഷ്യൂ ഓർ ഓർഗൻ. ടിഷ്യൂസ് കൂടി ചേർന്ന് ഓർഗൻ ആയിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ ലെവലിലോ ആണ് പ്ലാന്റ്സിന്റെ ഓർഗനൈസേഷൻ. എല്ലാവരും ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. മിക്കവാറും ഓൾമോസ്റ്റ് ഓൾ പ്ലാന്റ്സ് ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. ഫോട്ടോസിന്തസിലൂടെ ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നവരാണ്. ഇനി അനിമേലിയ നോക്കട്ടെ. അനിമേലിയ യൂക്കാരിയോട്ടിക് ആണ്. സെൽവാൾ ഉണ്ടോടാ?
അനിമൽസിന്റെ ഏതെങ്കിലും സെല്ലിൽ സെൽവാൾ ഉണ്ടോ? ഇല്ല. സെൽവാൾ ഈസ് ആബ്സെന്റ്. സെൽവാൾ ആബ്സെന്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. ടിഷ്യൂ, ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റം. അനിമൽ കിങ്ഡം പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന അനിമൽസ് ഉണ്ട്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന അനിമൽസ് ഉണ്ട്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന നമ്മളെ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനിമൽസും ഉണ്ട്. ശരിയല്ലേ? ഇനി ഇവരും എല്ലാവരും ഹെറ്ററോട്രോഫിക് ആണ്. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ യുണീക്ക് ആയിട്ട് ഹെറ്ററോട്രോഫിസം കാണിക്കുന്ന 2 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? അഥവാ എല്ലാ മെമ്പേഴ്സും ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള 2 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് ഫംഗസും മറ്റൊന്ന് അനിമേലിയയും. ഇവർ 2 പേരിലും എല്ലാവരും ഹെറ്ററോട്രോഫിക് ആണ് കേട്ടോ. അപ്പോ എല്ലാ മെമ്പേഴ്സും ഹെറ്ററോട്രോഫിസം കാണിക്കുന്ന 2 കിങ്ഡങ്ങളെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുള്ള ആരത്? ഫംഗസും അനിമേലിയയും. ഫംഗസും ഫംഗൈ ആൻഡ് കിങ്ഡം, ഫംഗൈ ആൻഡ് കിങ്ഡം അനിമേലിയ. ഓക്കെ ആണോ? അപ്പൊ ഇത്രയുമേ ഉള്ളൂ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാൻ. ഇനി മക്കളെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വന്നു. ദാറ്റ് ഈസ് കോൾഡ് 3 ഡൊമൈൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഒരു സൂചന മാത്രമേ നമ്മുടെ പുസ്തകത്തിലുള്ളൂ, അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. നോക്ക്, പിന്നീട് വന്ന സിസ്റ്റത്തിന്റെ പേരാണ് അതെന്ന് പറയുന്നത് 3 ഡൊമൈൻ സിസ്റ്റം പ്രപ്പോസ്ഡ് ബൈ കാൾ വൗസ്. ആരാണത് പ്രപ്പോസ് ചെയ്തത്? കാൾ വൗസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണത് പ്രപ്പോസ് ചെയ്തത്. 3 ഡൊമൈൻ സിസ്റ്റം. ഒന്നുമില്ലടാ, 5 കിങ്ഡങ്ങളുടെ പേരൊന്ന് പറഞ്ഞേടാ. കിങ്ഡം മൊണീറ. ഇപ്പോൾ ഉള്ള 5 കിങ്ഡങ്ങളുടെ പേരൊന്ന് പറ. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ. ഇത്രയല്ലേ ഇപ്പൊ നമ്മുടെ വിറ്റാക്കർ കൊണ്ടുവന്ന 5 കിങ്ഡം. ഇതില് ഈ കാൾ വൗസ് വന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാവൂടാ? ഈ കിങ്ഡം മൊണീറയെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. കിങ്ഡം മൊണീറയെ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ചെയ്തതിന് ശേഷം അദ്ദേഹം പറയാണ്, കിങ്ഡം മൊണീറയെ ഞാൻ 2 ഡൊമൈൻസ് ആക്കി മാറ്റാൻ പോവുക. കിങ്ഡം മൊണീറയെ സ്പ്ലിറ്റ് ചെയ്ത് 2 കിങ്ഡം ആക്കി അല്ല മാറ്റിയേ. എന്തായിട്ടാ മാറ്റിയേ? കിങ്ഡത്തിന് മുകളിലുള്ള ഒരു ഹൈറാർക്കിയൽ ലെവലാക്കി മാറ്റി. എന്തോ അതിന്റെ പേര്? ഡൊമൈൻ എന്നാണ് അതിന്റെ പേര്. എന്തോ പേര്? ഡൊമൈൻ. അപ്പൊ കിങ്ഡം മൊണീറയെ സ്പ്ലിറ്റ് ചെയ്ത അദ്ദേഹം ഡൊമൈൻ ആർക്കിയ എന്നും ഡൊമൈൻ ആർക്കിയ എന്നും ഡൊമൈൻ ബാക്ടീരിയ എന്നും 2 ഡൊമൈനുകൾ കൊണ്ടുവന്നു. എന്താ ചെയ്തേ? അദ്ദേഹം കിങ്ഡം മൊണീറ എന്ത് ചെയ്തു? ഇറ്റ് ഡിവൈഡ്സ് കിങ്ഡം മൊണീറ ഇൻറ്റു 2 ഡൊമൈൻസ്. കണ്ടോ? ഇറ്റ് ഡിവൈഡ്സ് കിങ്ഡം മൊണീറ ഇൻറ്റു 2 ഡൊമൈൻസ്. വാട്ട് ആർ ദേ? ഡൊമൈൻ ആർക്കിയ ആൻഡ് ഡൊമൈൻ ബാക്ടീരിയ. അതർ 3 കിങ്ഡംസ്, ഈ 3 കിങ്ഡങ്ങളെ അദ്ദേഹം മൂന്നാമതൊരു ഡൊമൈൻ ആക്കി. ദാറ്റ് ഈസ് കാൾഡ് ഡൊമൈൻ യൂക്കാരിയ. കാരണം ഈ താഴെ പറഞ്ഞ പ്രോട്ടിസ്റ്റ മുതൽ ഇങ്ങോട്ടുള്ള 3 അല്ല മക്കളെ, 4 ആണ് കേട്ടോ. ഈ അവസാനം പറഞ്ഞ ഈ 4 പേരെയും കൂടെ അദ്ദേഹം ഒരു ഡൊമൈൻ ആക്കി മാറ്റി, ഡൊമൈൻ യൂക്കാരിയ. കാരണം എന്താ? ഇവര് 4 പേരും ആരാടാ? യൂക്കാരിയോട്സ് അല്ലേ? എല്ലാവരും യൂക്കാരിയോട്സ് അല്ലേ? അപ്പൊ ഇതിനെയെല്ലാം അദ്ദേഹം ഒരു ഡൊമൈൻ ആക്കി മാറ്റി, ഡൊമൈൻ യൂക്കാരിയ. ഇനി അദ്ദേഹം പറഞ്ഞു കിങ്ഡം മൊണീറയെ സ്പ്ലിറ്റ് ചെയ്ത് അദ്ദേഹം 2 ഡൊമൈൻ ആക്കി, ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ ബാക്ടീരിയ. ബാക്കി എല്ലാ കിങ്ഡങ്ങളെയും കൂടെ അദ്ദേഹം ഒറ്റ ഡൊമൈൻ ആക്കി, ഡൊമൈൻ യൂക്കാരിയ. ഇനി ഈ ഡൊമൈൻ ആർക്കിയയുടെ അണ്ടറിൽ ഒരു ഒറ്റ കിങ്ഡമേ ഉള്ളടാ, കിങ്ഡം ആർക്കിയ. ഡൊമൈൻ ആർക്കിയയുടെ അണ്ടറിൽ ഒറ്റ കിങ്ഡം മാത്രമേ ഉള്ളൂ, കിങ്ഡം ആർക്കിയ. ഡൊമൈൻ ബാക്ടീരിയയുടെ അണ്ടറിലും ഒരൊറ്റ കിങ്ഡം മാത്രമേ ഉള്ളൂ, കിങ്ഡം ബാക്ടീരിയ. കിങ്ഡം ബാക്ടീരിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര കിങ്ഡമായി? ഒന്ന് എണ്ണിയിട്ട് പറ, മൊത്തത്തിൽ എത്ര കിങ്ഡമായി? മൊത്തത്തിൽ എത്ര കിങ്ഡമായടാ? 1 2 3 4 5 6 6 കിങ്ഡമായി അല്ലയോ? അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്നും വിളിക്കും? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നും വിളിക്കും. മൊത്തത്തിൽ എത്ര ഡൊമൈനായി? 3 ഡൊമൈനായി. ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ യൂക്കാരിയ. ഡൊമൈൻ ആർക്കിയ, ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ യൂക്കാരിയ. അങ്ങനെ 3 ഡൊമൈനുമായി. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒന്നുകിൽ ഈ ക്ലാസിഫിക്കേഷനെ നിങ്ങൾക്ക് 3 ഡൊമൈൻ സിസ്റ്റം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഈ ക്ലാസിഫിക്കേഷനെ നിങ്ങൾക്ക് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കാം, പ്രപ്പോസ്ഡ് ബൈ കാൾ വൗസ്. അദ്ദേഹം എന്താ ചെയ്തേ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം മൊണീറയെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഡൊമൈൻസ് ആക്കി മാറ്റി. ഏതൊക്കെയാ? ഡൊമൈൻ ആർക്കിയ എന്നും ഡൊമൈൻ ബാക്ടീരിയ എന്നും. Domain Archaea contain only a single kingdom called kingdom Archaea, and domain Bacteria contain also a single kingdom called kingdom Bacteria. Then all other 4 kingdoms are included in domain Eukarya. മറ്റെല്ലാ കിങ്ഡങ്ങളെയും കൂടെ അദ്ദേഹം ഒറ്റ ഡൊമൈനിലാക്കി, ഡൊമൈൻ യൂക്കാരിയ. അങ്ങനെ മൊത്തത്തിൽ ഡൊമൈനുകളുടെ എണ്ണം 3 ആയി,
കിങ്ഡങ്ങളുടെ എണ്ണം 6 മൊണീറയെ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടോ, ആർക്കിയ ബാക്ടീരിയ 2 ആക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ 6 കിങ്ഡവുമായി. ശരിയല്ലേടാ? ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ല. നമുക്ക് +1 NCERT പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ല, 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ കിങ്ഡങ്ങളെ കുറിച്ചാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോയാലോ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഓരോ കിങ്ഡങ്ങളും പഠിച്ചാലോ? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, പ്ലാന്റ് അനിമയിലേ ഇപ്പം നമ്മൾ പഠിക്കൂല, ഇനി വേറെ ചാപ്റ്റർ ഉണ്ട്. പിന്നെ വൈറസ്, വൈറോയിഡ്സ് ആൻഡ് പ്രിയോൺസ്, ഈ ഒരു ടോപ്പിക്ക് ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ചാപ്റ്റർ തീരുകയാണ്. ഇപ്പൊ ചാപ്റ്ററിന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. കിങ്ഡം മൊണീറയിലേക്ക് നമ്മൾ പോവാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇപ്പോൾ പഠിച്ച ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കണം. RH വിറ്റാക്കർ ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻടു 5 kingdoms based on certain criteria. Write any 4 criteria. വിറ്റാക്കർ പറഞ്ഞിട്ടുള്ള 5 ക്രൈറ്റീരിയകളിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക. പറഞ്ഞോ മക്കളെ. സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അഥവാ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. എഴുതിക്കൂടെ? 5 ക്രൈറ്റീരിയകളിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. എഴുതിക്കൂടെ? നിങ്ങളെ കൊണ്ട് പറ്റും. 2017 ക്വസ്റ്റ്യൻ ആയിരുന്നു. 2019 ചോദിച്ചു നോക്കിയേ. ഹൂ പ്രപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? നമ്മൾ ഇനി നിസ്സാരമായിട്ട് പറയും അത് RH വിറ്റാക്കറാണ്. ഇൻ 1969 1969 RH വിറ്റാക്കറാണ് പ്രപ്പോസ് ചെയ്തത്. ദെൻ റൈറ്റ് ഡൗൺ ദ ക്രൈറ്റീരിയ ഫോർ ദിസ് ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയായിരുന്നു എല്ലാം എഴുതണം. അപ്പൊ എന്തൊക്കെയാണ്? 5 ക്രൈറ്റീരിയ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു തീർന്നേ ഉള്ളൂ. സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ ഓർ ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അഥവാ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഓക്കെ അല്ലേടെ? ആണ് മക്കളെ. അടുത്ത നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഓരോ കിങ്ഡങ്ങളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കിങ്ഡത്തിന്റെ പേര് കിങ്ഡം മൊണീറ. That include the typical organism that is bacteria. കിങ്ഡം മൊണീറയെ കുറിച്ച് പഠിക്കുന്നതിന് പകരം നമ്മൾ ആരെ കുറിച്ച് പഠിച്ചാൽ മതി? ബാക്ടീരിയകളെ കുറിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ മൊണീറയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഇതേ നോക്കടാ, കിങ്ഡം മൊണീറയിൽ ഇൻക്ലൂഡ് ആവുന്ന ടിപ്പിക്കൽ ഓർഗാനിസം ബാക്ടീരിയ ആണ്. ഇപ്പൊ ബാക്ടീരിയയെ കുറിച്ച് മാത്രമേ നമ്മൾ ഇനി അങ്ങോട്ട് പറയുള്ളൂ. ഇതേ നോക്ക്, ബാക്ടീരിയ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള മൈക്രോ ഓർഗാനിസം ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? ബാക്ടീരിയ എന്നായിരിക്കണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസം ആണ് ആരെന്ന് പറയുന്നത്? ബാക്ടീരിയ എന്ന് പറയുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ്, ബാക്ടീരിയകളുടെ ഷേപ്പിനെ ബേസ് ചെയ്ത് ദ ബാക്ടീരിയ ആർ 4 ടൈപ്സ്. ബാക്ടീരിയകൾ 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? കോക്കസ്, ദാറ്റ് ഈസ് സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ. The rod-shaped bacteria is called Bacillus. Comma-shaped bacterium is called Vibrio. Spiral-shaped bacterium is called Spirillum. ഇതിന്റെ എല്ലാം പ്ലൂറൽ ഉണ്ട്. കോക്കസിന്റെ പ്ലൂറൽ കോക്കൈ, ബാസിലസിന്റെ പ്ലൂറൽ ബാസില്ലൈ, വിബ്രിയത്തിന്റെ പ്ലൂറൽ വിബ്രിയോ, സ്പൈറലത്തിന്റെ പ്ലൂറൽ സ്പൈറില്ല. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സിംഗുലർ ടേം മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കാൾഡ് ബാക്ടീരിയം എന്ന് പറഞ്ഞാൽ സിംഗുലറാ. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയിപ്പോ. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് സിംഗുലർ ടേം ആയതുകൊണ്ട് സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കാൾഡ് കോക്കസ്, റോഡ് ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കാൾഡ് ബാസിലസ്, കോമ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കാൾഡ് വിബ്രിയം, സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയം ഈസ് കാൾഡ് സ്പൈറില്ലം. നോക്കൂ മക്കളെ, അതിന്റെ ഷേപ്പുകളും പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് കോക്കൈ. ഒന്നിലധികം ഉണ്ടായതുകൊണ്ട് കൊക്കൈ എന്ന് പറഞ്ഞ കൊക്കൈ ബാക്ടീരിയ, കൊക്കൈ ബാക്ടീരിയ. ബാസില്ലൈ ഒന്നിലധികം ഉണ്ടായതുകൊണ്ട് ബാസില്ലൈ ബാക്ടീരിയ. ഇതേ നോക്ക്, സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ സ്പൈറില്ല ബാക്ടീരിയ. അടുത്തത് കോമ ഷേപ്ഡ് ബാക്ടീരിയ, ദാറ്റ് ഈസ് വിബ്രിയോ ബാക്ടീരിയ, വിബ്രിയോ. ഇതെല്ലാം പ്ലൂറൽ ടേംസ് ആണ്. ഒന്നിലധികം ഉണ്ടായതുകൊണ്ടാണ് കോക്കൈ, ബാസില്ലൈ, സ്പൈറില്ല, വിബ്രിയോ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കടാ, ആർക്കി ബാക്ടീരിയ. ബാക്ടീരിയയിൽ തന്നെ പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയ. അതുപോലെ മറ്റൊരു ടൈപ്പാണ് യു ബാക്ടീരിയ. ഒരു ബാക്ടീരിയയുടെ സെൽ വാളിന്റെ നേച്ചർ എങ്ങനെയാണ് എന്ന് നോക്കി നമുക്ക് ബാക്ടീരിയകളെ രണ്ടായിട്ട് തിരിക്കാം. ബേസ്ഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് സെൽ വാൾ, ബേസ്ഡ് അപ്പോൺ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് സെൽ വാൾ. സെൽ വാൾ എങ്ങനെയാണ് എന്നതിനെ ബേസ് ചെയ്ത് നേച്ചർ ഓഫ് സെൽ വാൾ, ഒരു ബാക്ടീരിയയുടെ സെൽ വാൾ എങ്ങനെയാണ് എന്നതിനെ ബേസ് ചെയ്ത് ദ ബാക്ടീരിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ആർക്കി ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്നും
യു ബാക്ടീരിയ എന്നും ബാക്ടീരിയ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. നോക്ക്, ആർക്കി ബാക്ടീരിയ ദേ ലീവ് ഇൻ ഹാർഷസ്റ്റ് ഹാബിറ്റാറ്റ് സച്ച് ആസ് എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, ഹോട്ട് സ്പ്രിങ്സ്, മാർഷി ഏരിയാസ്. അപ്പോൾ വളരെ ഹാർഷസ്റ്റ് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. ദ ബാക്ടീരിയ ദാറ്റ് ഇൻഹാബിറ്റ്സ് ഇൻ വെരി എക്സ്ട്രീം കണ്ടീഷൻസ്, വളരെ എക്സ്ട്രീം കണ്ടീഷൻസിൽ അഥവാ വളരെ ഹാർഷ് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർക്കി ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. നോക്ക്, സോൾട്ടി ഏരിയാസിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളെ നമ്മൾ ഹാലോഫൈൽസ് എന്ന് വിളിക്കും. ഹോട്ട് സ്പ്രിങ്സിൽ താമസിക്കുന്ന ബാക്ടീരിയകളെ നമ്മൾ തെർമോ അസിഡോഫൈൽസ് എന്ന് വിളിക്കും. മാർഷി ഏരിയാസിൽ താമസിക്കുന്ന ബാക്ടീരിയകളെ നമ്മൾ മെത്തനോജൻസ് എന്ന് വിളിക്കും. അപ്പോൾ സോൾട്ടി ഏരിയയിൽ കാണപ്പെടുന്ന ഹാലോഫിൽസ്, ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടുന്ന ബാക്ടീരിയയുടെ പേര് തെർമോ അസിഡോഫിൽസ്, മാർഷി ഏരിയാസിൽ കാണപ്പെടുന്ന ബാക്ടീരിയയുടെ പേര് മെത്തനോജൻസ്. ഇനി മെത്തനോജൻസ് ആർ പ്രസന്റ് ഇൻ ദ ഗട്ട് ഓഫ് റൂമിനന്റ് അനിമൽസ്. അയവിറക്കുന്ന ജീവികളുണ്ടല്ലോ, റൂമിനന്റ് അനിമൽസ്, കന്നുകാലികൾ. അപ്പൊ അവരുടെ ഗട്ടിൽ, അലിമെന്ററി കനാലിൽ നമുക്ക് ആരെ കാണാം? മെത്തനോജൻസിനെ കാണാം. കൗസ്, ബഫലോസ് പോലുള്ള റൂമിനന്റ് അനിമൽസിന്റെ ഗട്ടിൽ നമുക്ക് ഈ പറയുന്ന മെത്തനോജൻസിനെ കാണാം. ദേ പ്രൊഡ്യൂസ് മീഥെയിൻ ഓർ ബയോഗ്യാസ് ഫ്രം ഡങ് ഓഫ് ദിസ് അനിമൽ. ഇത്തരം അനിമലുകളുടെ ചാണകത്തിൽ നിന്ന് ഇവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ്, നമ്മൾ നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ വിളിക്കുന്ന മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചാണകം നിക്ഷേപിക്കുന്നത്. കാര്യം ചാണകത്തിൽ ഈ മെത്തനോജനുകളുണ്ട്. അതിനകത്ത് കടന്നിട്ട് ഇത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈ ഓർഗാനിക് വേസ്റ്റുകളിൽ നിന്ന് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. മീഥെയിൻ ഒരു ഫ്യൂവലാണ്, നമുക്ക് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തനോജൻസ് ആർ പ്രസന്റ് ഇൻ ദ ഗട്ട് ഓഫ് റൂമിനന്റ് അനിമൽസ്, സോ ദേ പ്രൊഡ്യൂസ് മീഥെയിൻ ഫ്രം ഡങ് ഓഫ് ദീസ് അനിമൽസ്. ദെൻ അടുത്തതാണ് മക്കളെ യു ബാക്ടീരിയ. സെൽവാളിന്റെ നേച്ചർ വെച്ച് നമ്മൾ ബാക്ടീരിയകളെ രണ്ടായിട്ടാണ് തിരിച്ച്, ആർക്കി ബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും. യു ബാക്ടീരിയ നോക്ക്, യു ബാക്ടീരിയ ഓർ ട്രൂ ബാക്ടീരിയ, ദേ ഹാവ് എ ട്രൂ സെൽ വാൾ. ഒരു ശരിയായ സെൽ വാൾ, സാധാരണ ബാക്ടീരിയയുടെ അതേ സെൽ വാൾ കാണപ്പെടുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യു ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. എന്നാൽ ആർക്കി ബാക്ടീരിയ അങ്ങനല്ല. അവർ എക്സ്ട്രീം ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഹാർഷസ്റ്റ് ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ സെൽ വാൾ ഈസ് ഡിഫറൻറ്റ്. സെൽ വാൾ എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇനി അപ്പൊ നോക്കിയേ, അടുത്ത പറഞ്ഞിരിക്കുന്നു നോക്കിയേ, ദേ ഇൻക്ലൂഡ് ഓട്ടോട്രോഫ്സ്, ഫോട്ടോസിന്തറ്റിക് ആൻഡ് കീമോസിന്തറ്റിക്. അപ്പൊ അതിനകത്ത് ഓട്ടോട്രോഫുകളും ഉണ്ട്, ഹെട്രോട്രോഫുകളും ഉണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ചുറ്റും കാണുന്ന ബാക്ടീരിയകളെല്ലാം യു ബാക്ടീരിയകളാണ്. അപ്പൊ ആ യു ബാക്ടീരിയകളിൽ ആരൊക്കെ ഉണ്ട്? സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഓട്ടോട്രോഫിക് ബാക്ടീരിയകളുമുണ്ട്, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഹെട്രോട്രോഫുകളും ഉണ്ട്. ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്, ഹെട്രോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്. ആ ഓട്ടോട്രോഫിക് ബാക്ടീരിയ തന്നെ എങ്ങനെയൊക്കെ ആവാം? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആവാം, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആവാം. നോക്ക്, യു ബാക്ടീരിയകളിൽ സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന യു ബാക്ടീരിയകളെ എന്ത് വിളിക്കും? ഓട്ടോട്രോഫിക് യു ബാക്ടീരിയ എന്ന് വിളിക്കും. സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത യു ബാക്ടീരിയകളെ എന്ത് വിളിക്കും? ഹെട്രോട്രോഫിക് യു ബാക്ടീരിയ എന്ന് വിളിക്കും. ഓട്ടോട്രോഫിക് യു ബാക്ടീരിയകൾ വീണ്ടും 2 തരത്തിലുണ്ട്, ഫോട്ടോസിന്തറ്റിക് യു ബാക്ടീരിയയും കീമോസിന്തറ്റിക് യു ബാക്ടീരിയയും. ഫോട്ടോസിന്തറ്റിക് യു ബാക്ടീരിയയും കീമോസിന്തറ്റിക് യു ബാക്ടീരിയയും. അതിൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് നോക്ക്, എക്സാമ്പിൾ സയാനോ ബാക്ടീരിയ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിന് എക്സാമ്പിൾ ആണ് ആരെന്ന് പറയുന്നത്? സയാനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. ദേ ഹാവ് ക്ലോറോഫിൽ എ, അവരുടെ ബോഡിയിൽ എന്തുണ്ടേ? ക്ലോറോഫിൽ എ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സിന് സിമിലർ ആയി അവരുടെ ബോഡിയിൽ ക്ലോറോഫിൽ എ ഉണ്ട്. സോ ദേ ക്യാൻ ഡു ഫോട്ടോസിന്തസിസ്. അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. സയാനോ ബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ ആർ യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെന്റസ്, മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗെ. അപ്പൊ ഈ സയാനോ ബാക്ടീരിയയെ ഒരു കാലത്ത് നമ്മൾ എന്തെന്ന് അറിയപ്പെട്ടിരുന്നു? ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെട്ടിരുന്നു. എന്തെന്നറിയപ്പെട്ടിരുന്നു? ബ്ലൂ ഗ്രീൻ ആൽഗെ. സയാനോ ബാക്ടീരിയ ആർ ഫോർമർലി ഓർ ഏർലി ടൈംസ് ദേ ആർ കോൾഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ആൽഗെ എന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉണ്ടായതുകൊണ്ട് പ്ലാന്റ് ആണ്, ആൽഗെ ആണെന്ന് കരുതി. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അപ്പൊ ആരാ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയണം? ബ്ലൂ ഗ്രീൻ ആൽഗെ ഈസ് നോട്ട് ആൽഗെ, ഇറ്റ് ഈസ് എ ബാക്ടീരിയ. ബ്ലൂ ഗ്രീൻ ആൽഗെ ആൽഗെ അല്ല, അതൊരു ബാക്ടീരിയ ആണ്. ദാറ്റ് ഈസ് എ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് യു ബാക്ടീരിയ. യു ബാക്ടീരിയയുടെ കൂട്ടത്തിൽ വരുന്ന ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് യു ബാക്ടീരിയ ആണ് ആരെന്ന് പറയുന്നത്? സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത്, അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. ദേ മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെന്റസ്. ദെൻ ദ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീറ്റ്. അതായത് ഇവരുടെ കോളനികൾ ഇങ്ങനെ കുറേ സെല്ലുകൾ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഇവര് കോളനീസ് ഫോം ചെയ്യും. അപ്പൊ ഈ കോളനികളെ എന്തുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞേ?
ഒരു മ്യൂസിലേജ് ഷീത്ത് കൊണ്ട്. എന്തുകൊണ്ട്? ഒരു ജലാറ്റിനസ് ഷീത്ത് അല്ലെങ്കിൽ ഒരു മ്യൂസിലേജ് എന്ന് പറയുന്ന ജലാറ്റിൻ കൊണ്ട് നിർമ്മിച്ച ഒരു ഷീത്ത് കൊണ്ട് മിക്കവാറും എന്ത് ചെയ്തിരിക്കും? കവർ ചെയ്തിരിക്കും. ഇനി മക്കളെ, കൂടാതെ ഒരു കാര്യവും കൂടെ പറയുന്നുണ്ട്. They often form blooms in polluted water bodies. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സയാനോബാക്ടീരിയ ക്യാൻ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡി. മലിനമായ ജലത്തിൽ, ഓർഗാനിക് വേസ്റ്റുകളൊക്കെ കൂടുതൽ അടങ്ങിയ ജലത്തിൽ ഇവരെന്ത് ഫോം ചെയ്യും? ആൽഗൽ ബ്ലൂംസ് ഫോം ചെയ്യും. വെള്ളത്തിന്റെ മുകളിൽ ഈ ആൽഗകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കിടക്കുന്ന ആൽഗൽ ബ്ലൂംസ് ഫോം ചെയ്യും. ദെൻ സം ഓഫ് ദം ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഇതിൽ ചിലരെ കൊണ്ട്, ചില സയനോബാക്ടീരിയകളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിയും ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റുകൾ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകളിൽ വെച്ച് ചില ആളുകളെ കൊണ്ട്, ചില ബ്ലൂ ഗ്രീൻ ആൽഗകളെ കൊണ്ട്, ചില സയനോബാക്ടീരിയകളെ കൊണ്ട് നൈട്രജൻ ഫിക്സേഷൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോസ്റ്റോക്ക്, അനാബീന. ആരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നവർ? നോസ്റ്റോക്കും അനാബീനയും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമുണ്ട്, അത് നോക്കിക്കോണം. ഓക്കെ, നോസ്റ്റോക്ക് ആൻഡ് അനാബീന. നെക്സ്റ്റ്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. നോക്ക്, നമ്മൾ പഠിച്ചപ്പോൾ എന്താ പഠിച്ചേ? ഓട്ടോട്രോഫുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫുകളും ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫുകളും ഉണ്ട് അല്ലേ? അപ്പൊ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ നോക്ക്, ദേ ഓക്സിഡൈസ്. മക്കളെ ശ്രദ്ധിച്ചോണം, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എങ്ങനെയാണ് അവരുടെ എനർജി ഉണ്ടാക്കുന്നത്? ദേ ഓക്സിഡൈസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് നൈട്രൈറ്റ്സ്, അമോണിയ ആൻഡ് യൂസ് ദ റിലീസ്ഡ് എനർജി ഫോർ ATP പ്രൊഡക്ഷൻ. എന്താ പറഞ്ഞേ? ഇവര് ഓക്സിഡൈസ് ചെയ്യും, ഇനോർഗാനിക് സബ്സ്റ്റൻസുകളെ ഓക്സിഡൈസ് ചെയ്യും. ആരാ? കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ആരെയൊക്കെയാ? നൈട്രൈറ്റ്, അമോണിയ. ആൻഡ് യൂസ് ദ റിലീസ്ഡ് എനർജി ഫോർ ATP പ്രൊഡക്ഷൻ. ATP പ്രൊഡക്ഷന് വേണ്ടി എനർജി ഉപയോഗിക്കും. മക്കളെ, ഇതിന്റെ യൂസ് ഒരു പ്രാവശ്യത്തെ പരീക്ഷയുടെ ഒരു ചോദ്യമായിരുന്നു. They helps in recycling nutrients like nitrogen, phosphorus, iron, sulfur. അവര് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ മണ്ണിൽ ഏതൊക്കെ ന്യൂട്രിയൻസിനെ റീസൈക്കിൾ ചെയ്യാൻ സഹായിക്കും? നൈട്രജനെ, ഫോസ്ഫറസ്, അയൺ, സൾഫർ മുതലായ മിനറൽസിനെ റീസൈക്കിൾ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ദേ ഹെൽപ്സ് ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ പോലുള്ള ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യാൻ സഹായിക്കും? റീസൈക്കിൾ ചെയ്യാൻ സഹായിക്കും. മക്കളെ, അടുത്തത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഓട്ടോട്രോഫിക് യു ബാക്ടീരിയകളെ രണ്ടായിട്ട് തിരിച്ചു. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് യു ബാക്ടീരിയ എന്ന്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് യു ബാക്ടീരിയ എന്ന്. ശരിയല്ലേ? ഇനി നോക്കുന്നു, ആരാണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ദേ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ബാക്ടീരിയ ഇൻ നേച്ചർ. പഠിച്ചോണം, ദേ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ബാക്ടീരിയ ഇൻ നേച്ചർ. ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള മൈക്രോ ഓർഗാനിസം ആരാണെന്നാ പറഞ്ഞ? ബാക്ടീരിയ. ഏറ്റവും കൂടുതലുള്ള ബാക്ടീരിയ ആരാ? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ, ഏറ്റവും കൂടുതലുള്ള ബാക്ടീരിയ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ആൻഡ് മെജോറിറ്റി ആർ ഇമ്പോർട്ടന്റ് ഡീകമ്പോസേഴ്സ്. ഇവരിലുള്ള മിക്കവാറും ആളുകൾ എന്തായിരിക്കും? പ്രധാനപ്പെട്ട ഡീകമ്പോസേഴ്സ് ആണ്. ഇനി ശ്രദ്ധിച്ചോ മക്കളെ, ഇമ്പാക്ട് ഓഫ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഇൻ ഹ്യൂമൻ അഫയേഴ്സ്. ഒരു തവണത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ബാക്ടീരിയ കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഓൺ ഹ്യൂമൻ അഫയേഴ്സ്? മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ബാക്ടീരിയകൾ കൊണ്ടുള്ള പ്രയോജനങ്ങളും അവ എങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കടാ. ദേ യൂസ്ഡ് ടു മേക്ക് കേർഡ് ഫ്രം മിൽക്ക്. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മൾ മിൽക്കിൽ നിന്ന് എന്തുണ്ടാക്കാൻ ഉപയോഗിക്കും? ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്നൊക്കെ അറിയപ്പെടുന്ന ബാക്ടീരിയ നമ്മൾ മിൽക്കിൽ നിന്ന് കേർഡ് ഉണ്ടാക്കാൻ, പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്. പലതരത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ നിർമ്മിക്കാൻ, ബാക്ടീരിയകളെ കൊല്ലാനുള്ള മെഡിസിൻസിനെ പറയുന്ന പേരാണ് ആന്റിബയോട്ടിക്കുകൾ. അപ്പൊ പലതരം ആന്റിബയോട്ടിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആരെ ഉപയോഗിക്കാം? ബാക്ടീരിയകളെ തന്നെ ഉപയോഗിക്കാം. ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്. നമ്മൾ കേട്ടിട്ടുണ്ട്, പയർ വർഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ടിൽ റൈസോബിയം പോലുള്ള, റൈസോബിയം പോലുള്ള ചില ബാക്ടീരിയകൾ കാണപ്പെടുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നൊഡ്യൂളുകൾ ഫോം ചെയ്യുകയും അവിടെ നിന്ന് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ആൻഡ് സം ആർ പാത്തോജൻസ് കോസിംഗ് ഡിസീസസ്. എക്സാമ്പിൾ കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് ക്യാങ്കർ പോലുള്ള. അപ്പോൾ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന കുറച്ച് രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് ക്യാങ്കർ. ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് ക്യാങ്കർ. സിട്രസ് ക്യാങ്കർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ രോഗമാണ് കേട്ടോ. പ്ലാന്റ് ഡിസീസാണ് സിട്രസ് ക്യാങ്കർ, നാരങ്ങയിൽ ഉണ്ടാകുന്ന ക്യാങ്കർ ഡിസീസ്. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞേ മക്കളെ, എന്തൊക്കെ ഉപയോഗങ്ങളാണ് ബാക്ടീരിയക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണുള്ളത്? ഒന്ന്, ദേ ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കേർഡ് ഫ്രം മിൽക്ക്. ദേ ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്.
ആൻഡ് ദേ ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ ലെഗുമിനസ് റൂട്ട്സ് അല്ലേ, ലെഗുമിനസ് പ്ലാന്റുകളുടെ റൂട്ടിൽ വെച്ച് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഫിക്സ് ചെയ്യും. ആൻഡ് ദേ ക്യാൻ കോസ് സം സീരിയസ് ഡിസീസസ് ലൈക്ക് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് ക്യാങ്കർ എക്സെട്ര. ആൻഡ് അടുത്ത പറഞ്ഞിരിക്കുന്നു മക്കളെ, റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ഇതോടെ പഠിക്കുമ്പോൾ നമ്മൾ ഏകദേശം എന്ത് കഴിയുകയാണ്, അതിന്റെ അവസാനം എത്തി, മൊണീറയുടെ അവസാനം എത്തി. വളരെ പെട്ടെന്ന് ഓരോ കിങ്ഡങ്ങളും പഠിച്ചു തീർക്കണം. നോക്ക്, റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ. ബാക്ടീരിയ മെയിൻ ആയി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? ഫിഷനിലൂടെയാണ്. ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ബാക്ടീരിയ മെയിൻ ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഫിഷൻ ചെയ്യുന്ന കണ്ടോ, രണ്ട് ബാക്ടീരിയകൾ ഡിവൈഡ് ചെയ്ത് മാറുന്നത് കണ്ടോ, ഫിഷൻ ചെയ്യുന്നത് കണ്ടോ. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ, അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ദേ പ്രൊഡ്യൂസ് സ്പോർസ്. അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പോറുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ അവർ ഫിഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യും. അൺഫേവറബിൾ കണ്ടീഷനിലാണെങ്കിൽ അവർ സ്പോറുകൾ ഉൽപ്പാദിപ്പിക്കും, ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്ന് സ്പോറുകൾ ഉൽപ്പാദിപ്പിക്കും. ദേ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ എ സോർട്ട് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ബാക്ടീരിയ ചിലപ്പോൾ എന്തും കാണിക്കാറുണ്ട്? സെക്ഷുവൽ റീപ്രൊഡക്ഷനും കാണിക്കാറുണ്ട്. മക്കളെ, ബാക്ടീരിയ കാണിക്കുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ. ബാക്ടീരിയ കാണിക്കുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് വിളിക്കും. ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്താ? ദ DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അതർ. ഒരു ബാക്ടീരിയയിൽ ഇരിക്കുന്ന കുറച്ച് DNA, പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ DNA എടുത്ത് വേറൊരു ബാക്ടീരിയക്ക് ഷെയർ ചെയ്യുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ അഥവാ ബാക്ടീരിയയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ ടേക്സ് പ്ലേസ് ബൈ ബാക്ടീരിയൽ കോൺജുഗേഷൻ. Okay, what is bacterial conjugation? അല്ലെങ്കിൽ what is the sexual reproduction in bacteria? It is the transfer of DNA from one bacterium to another. ഒരു ബാക്ടീരിയയിൽ ഇരിക്കുന്ന DNA മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബാക്ടീരിയയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മക്കളെ, അടുത്ത കിങ്ഡം മൊണീറയിൽ വരുന്ന പ്രധാനപ്പെട്ട ജീവി ബാക്ടീരിയ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ബാക്ടീരിയയെ കൂടാതെ വേറൊരാളും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ആരാണ്? മൈക്കോപ്ലാസ്മ. പരീക്ഷയ്ക്ക് ചോദിക്കും. മൈക്കോപ്ലാസ്മയെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. മൈക്കോപ്ലാസ്മ ആർ ദ ഓർഗാനിസം വിത്തൗട്ട് എ സെൽ വാൾ. സെൽ വാൾ ഇല്ലാത്ത ഒരു മൊണീറൻ ഗ്രൂപ്പിൽ പെടുന്ന ജീവിയാണ് ആരെന്ന് പറയുന്നത്? മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിവിങ് സെല്ലാണ് ആര്? ബാക്ടീരിയ. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അവരുടെ ക്യാരക്ടേഴ്സ് പഠിച്ചോണേ. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അവർക്ക് എന്തില്ലാതെ ജീവിക്കാൻ പറ്റും? ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. മെനി ആർ പാത്തോജനിക് ഇൻ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ പ്ലാന്റ്സിനും അനിമൽസിനും എന്തുണ്ടാക്കൂടാ? ഡിസീസുകൾ ഉണ്ടാക്കും. അപ്പോൾ മൈക്കോപ്ലാസ്മ എന്തുവാ? മൈക്കോപ്ലാസ്മ ആർ ദ മൊണീറ. ദേ ബിലോങ്സ് ടു ദ കിങ്ഡം മൊണീറ, ബട്ട് ദേ ഡു നോട്ട് ഹാവ് സെൽ വാൾ. അവർക്ക് എന്തില്ല? സെൽ വാൾ ഇല്ല. ആൻഡ് ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ എവർ ഡിസ്കവേർഡ് ഇൻ ദ വേൾഡ്. ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ലിവിങ് സെല്ലാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ആൻഡ് ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അവർക്ക് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ആൻഡ് ദേ ആർ പാത്തോജനിക് ഇൻ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. മിക്കവാറും ഉള്ളവർ അനിമലുകളിലും പ്ലാന്റുകളിലും എന്തുണ്ടാക്കുന്നവരാണ്? ഡിസീസുകൾ ഉണ്ടാക്കുന്നവരാണ്. മകളെ, അങ്ങനെയാണെങ്കിൽ കിങ്ഡം മൊണീറ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് കിങ്ഡം മൊണീറയിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കടാ. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ആപ്ലിക്കബിൾ ടു സയനോബാക്ടീരിയ. സയനോബാക്ടീരിയയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇവിടുന്ന് കണ്ടുപിടിക്കുക. ഇമ്പോർട്ടന്റ് ഡീകമ്പോസേഴ്സ്. തെറ്റ്. ഡീകമ്പോസേഴ്സ് അല്ല സയനോബാക്ടീരിയ അല്ലേ. ഫോംസ് ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. ശരിയാണ്. പ്രസൻസ് ഓഫ് പ്രോമിനന്റ് ന്യൂക്ലിയസ്. തെറ്റാണ്. കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് സെൽ വാൾ. തെറ്റാണ്. ഏതാണ് ശരി? ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. ശരിയല്ലേ? ഇനി ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. ബാസിലസ് ബാക്ടീരിയയുടെ നേരെ റോഡ് ഷേപ്പ്. കോക്കസ് ബാക്ടീരിയയുടെ നേരെ എന്ത് എഴുതോടെ? കോക്കസ് ബാക്ടീരിയയുടെ നേരെ സ്പെറിക്കൽ ഷേപ്പ്ഡ് അല്ലേ? സ്പെറിക്കൽ ഷേപ്പ്ഡ്. സ്പെറിക്കൽ ഷേപ്പ്ഡ്. ദെൻ ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ ഏതാണ്? നിങ്ങളുടെ പുസ്തകത്തിൽ ചിത്രം തന്നിട്ടുള്ള നോസ്റ്റോക്ക് ആണ്. ശരിയല്ലേ? നോസ്റ്റോക്ക് ആണ്. അടുത്തത് fill in the blanks. In Anabaena, specialized cells called dash helps in nitrogen fixation. അനാബീനയിൽ കാണപ്പെടുന്ന ഏത് സെല്ലുകളാണ് നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്നത്? എന്താ മക്കളെ ആ സെല്ലുകളുടെ പേര്? ഹെറ്ററോസിസ്റ്റ്. ശരിയല്ലേ? ഹെറ്ററോസിസ്റ്റ്. അനാബീനയിലും നോസ്റ്റോക്കിലും കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് നൈട്രജൻ ഫിക്സിംഗ് സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് സെലക്ട് ദ കറക്റ്റ് പെയർ. നമുക്ക് നോക്കാം. മെത്തനോജൻസിനെ നിങ്ങൾ ഇതിൽ എന്തുമായിട്ട് മാച്ച് ചെയ്യും?
മാർഷി ഏരിയയുമായിട്ട് മാച്ച് ചെയ്യും. ശരിയല്ലേടാ? അല്ല സോറി, കറക്റ്റ് പെയർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോറി, മാച്ച് ദ ഫോളോയിങ് അല്ല, ഇതിലെ കറക്റ്റ് പെയർ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. മെത്തനോജന്റെ നേരെ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ, ഹാലോഫിൽസിന്റെ നേരെ സോൾട്ടി ഏരിയാസ്, തെർമോഅസിഡോഫിൽസിന്റെ നേരെ മാർഷി ഏരിയാസ്, മൈക്കോപ്ലാസ്മയുടെ നേരെ ഹോട്ട് സ്പ്രിംഗ്. ഏതാ മക്കളെ ശരി? ഹാലോഫിൽസിന് നേരെ സോൾട്ടി ഏരിയ. ഇതാണ് ശരിയാവുന്നത്, ബാക്കിയെല്ലാം തെറ്റാണ്. ശരിയല്ലേ? ഇനി റൈറ്റ് ബ്രീഫ് നോട്ട്സ് അബൌട്ട്, താഴെ കൊടുത്തിരിക്കുന്നവരെയൊക്കെ പറ്റി ഒരു ബ്രീഫ് നോട്ട് എഴുതുക. തെർമോ അസിഡോഫിൽസ് പറയടാ. തെർമോ അസിഡോഫിൽസ് ആർ ദ ആർക്കി ബാക്ടീരിയ വിച്ച് ലീവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. പറഞ്ഞുടായോ? തെർമോ അസിഡോഫിൽസ് ആർ ദ ആർക്കി ബാക്ടീരിയ വിച്ച് ലീവ്സ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ഇനി ഹാലോഫിൽസ് ആരാണ്? ഹാലോഫിൽസ് ഹാലോഫിൽസ് ആർ ഓൾസോ ആർക്കി ബാക്ടീരിയ വിച്ച് ലീവ് ഇൻ എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്. എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ താമസിക്കുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാലോഫിൽസ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ മക്കളെ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത കിങ്ഡം, 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ അടുത്ത കിങ്ഡം ആരാണിടാ? കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ നോക്ക്. ഇറ്റ് ഇൻക്ലൂഡ് സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സ്. നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമാണ്. സിംഗിൾ സെൽഡ് പ്രോക്യാരിയോട്സ് വരുന്ന കിങ്ഡമാണ് കിങ്ഡം മൊണീറ. അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സ് ആണ്. അതിനകത്ത് പ്രധാനമായിട്ടും 5 ഡിവിഷൻസ് ഉണ്ട് മക്കളെ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ പ്രധാനമായിട്ടും 5 ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? 1 ക്രൈസോഫൈറ്റ്സ്, 2 ഡൈനോഫ്ലജല്ലേറ്റ്സ്, 3 യൂഗ്ലിനോയിഡ്സ്, 4 സ്ലൈം മോൾസ്, 5 പ്രോട്ടോസോവൻസ്. ഏതൊക്കെയാ? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ്, പ്രോട്ടോസോവൻ. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഓക്കെ, ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ക്രൈസോഫൈറ്റ്സ് എന്തുവാണെന്ന് നോക്കണം, ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്തുവാന്ന് നോക്കണം, യൂഗ്ലിനോയിഡ്സ് നോക്കണം, സ്ലൈം മോൾസ് നോക്കണം, പ്രോട്ടോസോവൻസ് നോക്കണം. ആദ്യം തന്നെ ക്രൈസോഫൈറ്റ്സ്. മക്കളെ നോക്ക്, ക്രൈസോഫൈറ്റ്സ് ഇൻക്ലൂഡ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ അഥവാ ഡെസ്മിഡ്സ്. ക്രൈസോഫൈറ്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട 2 ആളുകളാണ്, ഒന്ന് ഡയാറ്റംസും മറ്റൊന്ന് ഗോൾഡൻ ആൽഗെ അഥവാ ഡെസ്മിഡ്സും. ഇനി നോക്കിയേ, ഡയാറ്റംസിനെ കുറിച്ച് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നിങ്ങൾ ഏത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഇപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡയാറ്റത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രോട്ടിസ്റ്റയിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഡയാറ്റംസ് they have silicious cell wall forming 2 thin overlapping cells which fit together as in a soap box. അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾ എവിടെ കണ്ടാലും അത് ആരെ കുറിച്ചാണ് പറയുന്നത്? ഡയാറ്റം. അപ്പൊ ഡയാറ്റത്തിന്റെ സെൽ വാൾ സിലീഷ്യസ് ആണ് എന്ന് പറഞ്ഞാൽ സിലിക്കേഷ്യസ് ആണ്. സിലിക്ക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സിലിക്ക കൊണ്ട് നിർമ്മിച്ച ഈ സെൽ വാളുകൾ 2 ഓവർലാപ്പിംഗ് പ്ലേറ്റുകളായിട്ടിരിക്കുന്നു. ഒരു പ്ലേറ്റിന്റെ മുകളിൽ വേറൊരു പ്ലേറ്റ് എടുത്ത് അടച്ചതുപോലെ, ലൈക്ക് എ സോപ്പ് ബോക്സ്. നമ്മുടെ വീട്ടിലെ സോപ്പ് പെട്ടി പോലെ ഒരടപ്പിന്റെ അകത്ത് വേറൊരു അടപ്പ് കയറ്റി വെച്ചല്ലേ നമ്മൾ സോപ്പ് പെട്ടി അടയ്ക്കുന്നത്. അപ്പൊ ഇതുപോലെയാണ് ഇവരുടെ സെൽ വാൾ ഇരിക്കുന്നത്. ആൻഡ് their cell wall deposit of diatoms over billions of years in their habitat is known as diatomaceous earth. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഇവരുടെ സെൽ വാളിനകത്ത് എന്തുണ്ട്? സിലിക്കയുണ്ട്. സിലിക്ക പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സബ്സ്റ്റൻസ് അല്ല. അതുകൊണ്ട് തന്നെ ഡയാറ്റങ്ങൾ ലോകത്തുനിന്ന് ഇല്ലാതായാലും ഇവരുടെ സെൽവാള് എവിടെ പോയി അടിഞ്ഞുകൂടും? സീ ഫ്ലോറിൽ പോയി അടിഞ്ഞുകൂടും, അഥവാ ഓഷൻ ഫ്ലോറിൽ പോയി അടിഞ്ഞുകൂടും, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയി അടിഞ്ഞുകൂടും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ സോയിൽ ലൈക്ക് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറ്റമീഷ്യസ് എർത്ത്. അപ്പോൾ സെൽവാൾ ഓഫ് ഡയാറ്റം ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ. സെൽവാൾ, ഡയാറ്റത്തിന്റെ സെൽവാൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്തതാണ്. അത് ഓഷന്റെ അടിയിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു സോയിൽ പോലിരിക്കുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഇൻ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് പോളിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, ഇതിനെ നമുക്ക് പോളിഷിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്, ഓയിലുകളും സിറപ്പുകളും മറ്റുമൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ ഉപയോഗിക്കാൻ കഴിയും? ഈ പറയുന്ന ഡയറ്റമേഷ്യസ് എർത്തിനെ ഉപയോഗിക്കാൻ കഴിയും. ആൻഡ് ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷൻസ്. ഡയാറ്റങ്ങളാണ് ഓഷനിലെ, കടലിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഡൈനോഫ്ലജല്ലേറ്റ്സ്. അടുത്താരാണ്? ഡൈനോഫ്ലജല്ലേറ്റ്സ്. നോക്ക്, മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 ഫ്ലജല്ല. അവരുടെ പേരിൽ തന്നെ ഉണ്ട് ഡൈ, 2. അപ്പൊ 2 ഫ്ലജല്ല ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. 1 ലൈസ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് അതർ ലൈസ് ട്രാൻസ്വേഴ്സലി ഇൻ എ ഫറോ ബിറ്റ്വീൻ സെൽ പ്ലേറ്റ്സ്. ഒന്നുമില്ല, ഒന്ന് വായിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ക്യാരക്ടർ എവിടെയെങ്കിലും തന്നിട്ട് ആരാണെന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര പ്രാധാന്യത്തോടു കൂടി ഈ സെന്റൻസുകളുടെ ഒന്നും കൃത്യമായ അർത്ഥമൊന്നും പഠിക്കണമെന്നില്ല. അതേ നോക്ക്, നമ്മുടെ ഈ പറയുന്ന ഡയാറ്റത്തിന്റെ
ഡൈനോഫ്ലജല്ലേറ്റ്സിന്റെ ബോഡി ഇങ്ങനെ സെൽ പ്ലേറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഒരു ഫ്ലജല്ല ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് ഒരെണ്ണം ട്രാൻസ്വേഴ്സ് ആയിട്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ്, എക്സാമ്പിൾ ഗോണിയോലാക്സ്, undergo rapid multiplication so that C appears red. This phenomenon is known as red tides. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഡൈനോഫ്ലജല്ലേറ്റ്സുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. എന്തുവാ? റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ് ആയിട്ടുള്ള ഗോണിയോലാക്സ് കടൽ വെള്ളത്തിൽ സീ വാട്ടറിൽ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുണ്ടാകുന്ന ഒരു റെഡ് കളറുള്ള ഫിനോമിനാണ് എന്തെന്ന് പറയുന്നത്, റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? റെഡ് ടൈഡ്സ്. അപ്പൊ റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ്, എക്സാമ്പിൾ ഗോണിയോലാക്സ്, undergo rapid multiplication so that the sea appears red. This is known as red tides. ഇതിനെ പറയുന്ന പേരാണ് റെഡ് ടൈഡുകൾ. ആൻഡ് they release toxins that kill marine animals and fishes. എന്താ പറഞ്ഞേ? ഈ റെഡ് ടൈഡുകൾ കൊണ്ട് ആർക്ക് ദോഷമാണ്? അക്വാറ്റിക് അനിമൽസിന് ദോഷമാണ്. കാരണം അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോക്സിനുകൾ ആരെ കൊല്ലുമെന്നാ പറഞ്ഞത്? മറൈൻ അനിമൽസിനെയും ഫിഷസിനെയൊക്കെ എന്ത് ചെയ്യും? കൊന്നുകളയുമെന്നാണ് പറഞ്ഞത്. കാരണം റെഡ് ടൈഡ് ഈസ് വെരി ടോക്സിക്. റെഡ് ടൈഡ് എന്ന് പറയുന്ന ടോക്സിക് ആണ്. കാരണം ഈ ഗോണിയോലാക്സിന്റെ ബോഡിയിൽ ധാരാളം എന്തടങ്ങിയിട്ടുണ്ട്? ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കട്ടെ. മൂന്നാമത്തത് യൂഗ്ലിനോയിഡ്സ്. മൂന്നാമത്തെ ആരാണ്? യൂഗ്ലിനോയിഡ്സ്. നോക്ക്, മെയിൻലി ഫ്രഷ് വാട്ടർ ഓർഗാനിസം ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. അപ്പൊ ഇതുവരെ ഉള്ളവരെല്ലാം മറൈൻ ഓർഗാനിസം ആയിരുന്നു. എന്നാൽ ഇവൻ എന്താണ്? ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്, ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. എന്തോ ഈ സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂഗ്ലിനോയിഡ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റാഗ്നന്റ് വാട്ടറിലാണ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് സെൽവാൾ, മക്കളെ ഇവർക്ക് സെൽവാൾ ഇല്ല. ഇതുവരെ കണ്ടവർക്കെല്ലാം സെൽവാൾ ഉണ്ടായിരുന്നു. ആദ്യം കണ്ട ക്രൈസോഫൈറ്റ്സിന് സിലിക്ക കൊണ്ട് നിർമ്മിച്ച സെൽവാൾ ഉണ്ടായിരുന്നു. രണ്ടാമത് കണ്ട ഡൈനോഫ്ലജല്ലേറ്റ്സിന് എന്താണ്? സെല്ലുലോസിക് സെൽവാൾ അല്ലെങ്കിൽ സെല്ലുലോസിക് പ്ലേറ്റുകൾ കൊണ്ട് നിർമ്മിച്ച സെൽവാൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യൂഗ്ലിനോയിഡ്സിൽ നോക്കിയാൽ ഇൻസ്റ്റെഡ് ഓഫ് സെൽവാൾ ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. യൂഗ്ലിനോയിഡ്സിൽ കാണപ്പെടുന്ന, യൂഗ്ലിനോയിഡ്സിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീൻ റിച്ച് ലെയറിനെ എന്താണ് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കാൾഡ് പെല്ലിക്കിൾ. ഇറ്റ് മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. അത് അവരുടെ ബോഡിയെ എന്താക്കി മാറ്റും? ഫ്ലെക്സിബിൾ ആക്കി മാറ്റും. ആൻഡ് they are photosynthetic in the presence of sunlight. In the absence of sunlight they behave like a heterotroph, predating on smaller organism. എന്താ പറഞ്ഞത്? സൺലൈറ്റ് പ്രസന്റ് ആണെങ്കിൽ അവർ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. എന്നാൽ സൺലൈറ്റിന്റെ ആബ്സെൻസിൽ അവർ ഹെറ്ററോട്രോഫിക് ആയിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഫിനോമിനാണ് ഇവരല്ലേ. അതായത് സൺലൈറ്റിന്റെ പ്രസൻസിൽ അവർ ഫോട്ടോസിന്തറ്റിക്കുമായിരിക്കും, സൺലൈറ്റ് ആബ്സെന്റ് ആണെങ്കിൽ അവരെന്തുമായിരിക്കും? ഹെറ്ററോട്രോഫിക്കുമായിരിക്കും. ബൈ പ്രിഡേറ്റിംഗ് സ്മോളർ ഓർഗാനിസം, മറ്റ് കുഞ്ഞു ജീവികളെ പിടിച്ചു തിന്നുന്ന ഹെറ്ററോട്രോഫിക് ആയിട്ടും ഇവരെന്ത് ചെയ്യാറുണ്ട്? ആക്ട് ചെയ്യാറുണ്ട്. അപ്പൊ എന്തൊക്കെയാ മക്കളെ പറഞ്ഞേ? യൂഗ്ലിനോയിഡ്സിന് സെൽവാളില്ല. സെൽവാളിന് പകരം അവർക്ക് ചുറ്റും ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ കാണാം, പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു ലെയർ കാണാം. അത് അവരുടെ ബോഡിയെ കൂടുതൽ എന്താക്കും? ഫ്ലെക്സിബിൾ ആക്കും. കൂടാതെ നമ്മൾ പറഞ്ഞു സൺലൈറ്റിന്റെ പ്രസൻസിൽ അവർ ഫോട്ടോസിന്തറ്റിക് ആയിട്ടും അതേപോലെ തന്നെ സൺലൈറ്റിന്റെ ആബ്സെൻസിൽ അവർ ഹെറ്ററോട്രോഫിസവും കാണിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ പറയുന്നത് സ്ലൈം മോൾഡ്സ്. നാലാമത്തെ ജീവിയാണ് ആരെന്ന് പറയുന്നത്? സ്ലൈം മോൾഡ് എന്ന് പറയുന്നത്. സ്ലൈം മോൾഡ് നാലാമത്തെ ഡിവിഷൻ. സ്ലൈം മോൾഡ്സ് ദേ ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇവരെന്ത് പ്രോട്ടിസ്റ്റ് ആണ്? സാപ്രോഫൈറ്റിക്. ആദ്യം പറഞ്ഞ ഡയാറ്റംസ് അല്ലെങ്കിൽ ക്രൈസോഫൈറ്റ്സ് എന്ന് പറഞ്ഞ ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു. രണ്ടാമത് പറഞ്ഞ ആരാണ്? ഡൈനോഫ്ലജല്ലേറ്റ്സ്. അവരും ഫോട്ടോസിന്തറ്റിക് ആണ്. യൂഗ്ലിനോയിഡ്സ് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസിന്തറ്റിക് ആണ്, ആബ്സെൻസിൽ ഹെറ്ററോട്രോഫിക് ആണ്. എന്നാൽ സ്ലൈമോൾഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും സാപ്രോഫൈറ്റിക് ആണ്. എന്ന് വെച്ചാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാപ്രോഫൈറ്റിക് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിയേ, ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിങ് ഓർഗാനിക് മെറ്റീരിയൽ. ഇവരെ എവിടെയാ കാണാൻ പറ്റുന്നത്? ഓർഗാനിക് മെറ്റീരിയൽ അഴുകിക്കിടക്കുന്ന ട്വിഗുകളിൽ, ഡീക്കേയിങ് ആയിട്ടുള്ള ട്വിഗുകളിലും ലീഫുകളിലും ഒക്കെയാണ്. അഴുകിക്കിടക്കുന്ന സാധനങ്ങളിലാണ് ഇവരെ നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ, ഫേവറബിൾ കണ്ടീഷൻ വരികയാണെങ്കിൽ ദേ ഫോം ആൻ അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം. ഇവരൊരു കൂട്ടമായിട്ട് കാണാറുണ്ട്. അപ്പൊ ഈ സ്ലൈമോൾഡ്സ് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. പക്ഷേ ഫേവറബിൾ കണ്ടീഷൻ വരികയാണെങ്കിൽ അവരൊരു കൂട്ടമായിട്ട് കാണാറുണ്ട്. ആ കൂട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. എന്നാൽ നോക്കട്ടെ, ഡ്യൂറിങ് ഇറ്റ് മേ സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. പക്ഷേ അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ദ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ഫ്രോം ഫ്രൂട്ടിംഗ് ബോഡീസ് ബിയറിംഗ് സ്പോർസ് അറ്റ് ദെയർ ടിപ്പ്. അപ്പൊ ഈ പ്ലാസ്മോഡിയം ഫേവറബിൾ കണ്ടീഷനിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഈ പ്ലാസ്മോഡിയത്തിൽ നിന്നും ഫ്രൂട്ടിംഗ് ബോഡികൾ ഉണ്ടാവും. പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ആൻഡ് ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ്. പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആരായിട്ട് മാറും? ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറുകയും ബിയറിംഗ് സ്പോർസ് അറ്റ് ദെയർ ടിപ്പ്. അവരുടെ ടിപ്പിൽ എന്തുണ്ടാവുകയും ചെയ്യും? സ്പോറുകൾ ഉണ്ടാവുകയും ചെയ്യും. Then the spores have true walls. They are highly resistant and survive for many years. The spores are dispersed by air. അപ്പോൾ അവരുടെ ഫ്രൂട്ടിംഗ് ബോഡികളിൽ നിന്ന് ഉണ്ടാകുന്ന സ്പോറുകളെ കുറിച്ച് എന്തുവാ പറഞ്ഞേ? സ്പോറുകൾ വളരെ തിക്കായിട്ടുള്ള വാൾസ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈലി റെസിസ്റ്റന്റ് ആണ്. അവർ ചുറ്റുമുള്ള എൻവയോൺമെന്റിനോട് ഹൈലി റെസിസ്റ്റന്റ് ആണ്. എത്ര അൺഫേവറബിൾ കണ്ടീഷൻ വന്നാലും ഇവരുടെ സ്പോറുകൾ ഒരുപാട് വർഷത്തേക്ക് എന്ത് ചെയ്യും? നിലനിൽക്കും. ആൻഡ് സ്പോർസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറണ്ട്. എന്തുവഴിയാണ് സ്പോറുകൾ ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത്? എയറിലൂടെയാണ് സ്പോറുകൾ ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണോ മക്കളെ? ആണ്. അടുത്തതാണ് പ്രോട്ടോസോവൻസ്. അഞ്ചാമത്തെ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടിസ്റ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രോട്ടോസോവൻസ് എന്ന് വിളിക്കുന്നത്. നോക്ക്, ദേ ആർ ഹെട്രോട്രോഫ്സ്, പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. അപ്പൊ ഇവരെല്ലാവരും, നേരത്തെ സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇവരെല്ലാവരും ഹെട്രോട്രോഫിക്കാണ്. മേ ബി പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. ചിലർ പ്രിഡേറ്ററുകളാണ്, ചിലർ പാരസൈറ്റുകളാണ്. ദേ ആർ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് അനിമൽസ്. മിക്കവാറും ഉള്ളവരെല്ലാം അനിമൽസിന്റെ റിലേറ്റീവ്സ് ആണ്. പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് അനിമൽസ്. എൻട്രൻസിനൊക്കെ നോക്കുന്നവരാണ് അത് നോക്കേണ്ടത്. നമുക്ക് പരീക്ഷയ്ക്ക് അത്രയും കാര്യമായിട്ട് ചോദിക്കത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഇവരെ 4 ഗ്രൂപ്പുകളായി, പ്രോട്ടോസോവൻസിനെ വീണ്ടും 4ആയിട്ട് തിരിക്കുക. ഏതൊക്കെയാ? അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, സ്പോറോസോവൻ. ഏതൊക്കെയാണ് മക്കളെ? അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആൻഡ് സ്പോറോസോവൻ. നോക്ക്, ഓരോന്നിന്റെയും എക്സാമ്പിൾ. അമീബോയിഡ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ എൻഡമീബ. മക്കളെ ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചോണേ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ ട്രിപ്പാനോസോമ. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ പാരമീസിയം. സ്പോറോസോവൻ എക്സാമ്പിൾ പ്ലാസ്മോഡിയം. അതിൽ തന്നെ ട്രിപ്പാനോസോമ ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ഉണ്ട്, സ്ലീപ്പിംഗ് സിക്നസ്. ഇതും ഓർത്തു വെച്ചോണം കേട്ടാ. സ്ലീപ്പിംഗ് സിക്നസ് നിങ്ങൾ ഇതിന്റെ എക്സാമ്പിളുകൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അമീബോയിഡ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ എൻഡമീബ. അവരുടെ ലോക്കോമോഷൻ നടത്തുന്നത് സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ഒരു ലോക്കോമോട്ടറി ഓർഗൻ ഉപയോഗിച്ചാണ്. സ്യൂഡോപോഡിയ. ഓക്കെ, ഇനി ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, നിങ്ങൾക്കറിയാം അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ എന്തുമായിരിക്കും? ഫ്ലജല്ല ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ട്രിപ്പാനോസോമയാണ്. അവരുണ്ടാക്കുന്ന ഡിസീസിന്റെ പേര് സ്ലീപ്പിംഗ് സിക്നസ്. അതുപോലെ തന്നെ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ, അതിന് എക്സാമ്പിൾ പാരമീസിയമാണ്. അതുകൊണ്ട് ഡിസീസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇനി അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ സീലിയാണ്. സ്പോറോസോവൻ, അവരുടെ ബോഡിയിൽ, അവരുടെ ജീവിതത്തിൽ ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ടാവും. ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ടാവും. ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ടാവും. എക്സാമ്പിൾ ആരാണ്? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം ഇറ്റ് ഈസ് എ മലേറിയൽ പാരസൈറ്റ്. നേരത്തെ നമ്മൾ സ്ലൈം മോൾഡ്സിൽ ഒരു പ്ലാസ്മോഡിയം കണ്ടായിരുന്നു. അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ സ്ലൈം മോൾഡുകൾ ഒരു അഗ്രിഗേഷൻ ഫോം ചെയ്യുക, അതിന്റെ പേര് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞില്ലേ? അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇതൊരു ജീവിയുടെ പേരാണ്. ഓക്കെ, സ്പോറോസോമിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒരു ജീവിയുടെ പേരാണ് പ്ലാസ്മോഡിയം. ദാറ്റ് ഈസ് മലേറിയൽ പാരസൈറ്റ്. മലേറിയ ഉണ്ടാക്കുന്ന ജീവിയാണ് ആരെന്ന് പറയുന്നത്? പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കൂ മക്കളെ. ഡയാറ്റംസ്, ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷൻ, ആർ യൂസ്ഫുൾ ടു അസ് ഈവൻ ആഫ്റ്റർ ദെയർ ഡെത്ത്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയാറ്റങ്ങൾ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ മരണശേഷവും അവരെ നമുക്ക് പ്രയോജനപ്പെടും. ഈ സ്റ്റേറ്റ്മെന്റ് വിലയിരുത്തുക. യെസ്, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഡയാറ്റം ദെയർ സെൽ വാൾ ബിക്കം ഡെപ്പോസിറ്റഡ് ഇൻ ദ സീ ഫ്ലോർ. അല്ലെ, ഡയാറ്റങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സെൽ വാൾ എവിടെ പോയി അടിഞ്ഞുകൂടും? സീ ഫ്ലോറിൽ പോയി അടിഞ്ഞുകൂടും. ആൻഡ് ദേ ഫോംസ് എ സബ്സ്റ്റൻസ് കോൾഡ് ഡയറ്റമേഷ്യസ് എർത്ത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പോളിഷിംഗ് ആൻഡ് ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്. എഴുതാമല്ലോ മക്കളെ? എഴുതാം. ഇനി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പ്രോട്ടിസ്റ്റ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടിസ്റ്റ്. താഴെ കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട് ഒരു പ്രോട്ടിസ്റ്റയുടെ. ആ ഗ്രൂപ്പിന്റെ പേര് എഴുതുക. സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആരാ? ആ ഒറ്റ പോയിന്റിൽ നിന്ന് മനസ്സിലായി. ആരാ അത്? സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഒറ്റ പ്രോട്ടിസ്റ്റ് ആ ഗ്രൂപ്പേ ഉള്ളൂ. ആരാ അത്? സ്ലൈം മോൾഡ്സ്. അല്ലെ, ഇനി ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ദേ ഫോം ആൻ അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം. രണ്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സ്ലൈം മോൾഡുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, സ്ലൈം മോൾഡ്സ്. സ്ലൈം മോൾഡ്സ്. അടുത്ത, വിച്ച് among the following is an example for flagellated protozoan? താഴെ പറയുന്നതിൽ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ ആരാണ്? ട്രിപ്പാനോസോമ.
ശരിയല്ലേ? ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ ട്രിപ്പാനോസോമ. ഇനി ഒബ്സർവ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ട്രിപ്പാനോസോമ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവ എങ്കിൽ സീലിയേറ്റഡ് പ്രോട്ടോസോമിന് ഒരു എക്സാമ്പിൾ എഴുതാൻ. ആരാ മക്കളെ? പാരമീസിയം. ശരിയല്ലേ? പാരമീസിയം ആണ് ആരെന്ന് പറയുന്നത്? സീലിയേറ്റഡ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഇനി I observe the figure given below, name the organs. ഇത് ആരുടെ ചിത്രമാണ്? യൂഗ്ലീനയുടെ ചിത്രമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ യൂഗ്ലീന. ഇത് ആരുടെ ചിത്രമാണ്? യൂഗ്ലീനയുടെ ചിത്രമാണ്. അടുത്തായി നോക്ക്, മാച്ച് ദ ഫോളോയിങ്. അമീബോയിഡ് പ്രോട്ടോസോവനെ ഒന്ന് മാച്ച് ചെയ്യുക. അമീബോയിഡ് പ്രോട്ടോസോവൻ എൻഡമീബ അല്ലെ? ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ ട്രിപ്പാനോസോമ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ പാരമീസിയം, സ്പോറോസോവൻ പ്ലാസ്മോഡിയം. ഈസി ആയിട്ട് പറ്റത്തില്ലേടെ? പറ്റും. ഇപ്പൊ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ. ഇനി ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷൻ. നെയിം ദ ഗ്രൂപ്പ് ടു വിച്ച് ഡയാറ്റംസ് ബിലോങ്സ്. ഡയാറ്റം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? പറഞ്ഞോ മക്കളെ, ഏതാണ്? ക്രൈസോഫൈറ്റ്സ്. ശരിയല്ലേ? ക്രൈസോഫൈറ്റ്സ്. ഇനി വാട്ട് ഈസ് ഡയറ്റമേഷ്യസ് എർത്ത്? എന്താണ് ഡയറ്റമേഷ്യസ് എർത്ത്? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഡയാറ്റം their cell wall become deposited in the sea floor and this substance is known as diatomaceous earth. Write two uses of diatomaceous earth. Diatomaceous earthന്റെ രണ്ട് യൂസ് എഴുതാൻ. എന്തൊക്കെയാ? ഒന്ന്, it is used as polishing substance. Polishing substance ആയിട്ട് ഉപയോഗിക്കാം. And it is also used for filtration of oils and syrup. Filtration of oils and syrup. ഇനി അടുത്തത് കിങ്ഡം ഫംഗൈ ആണ് മക്കളെ നമുക്ക് പഠിക്കേണ്ടത്. കിങ്ഡം ഫംഗൈ. ഓക്കെ, കിങ്ഡം ഫംഗൈ ആണ് അടുത്ത നമുക്ക് പഠിക്കേണ്ടത്. The fungi constitute a unique kingdom of heterotrophic organisms. നമ്മൾ പറഞ്ഞതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 2 കിങ്ഡങ്ങളാണ് പൂർണ്ണമായും ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ളത്. അതിൽ ഒരു കിങ്ഡം ആരാണ്? ഒരു കിങ്ഡം ഫംഗൈ ആണ്. ശരിയല്ലേ? They show a great diversity in morphology and habitat. ഇനി നോക്കിയേ, with the exception of yeast ഒഴികെ ബാക്കി എല്ലാ ഫംഗസുകളും ഫിലമെന്റസ് അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആണ്. ഈസ്റ്റ് ഒഴികെ, ഈസ്റ്റ് മാത്രം യൂണിസെല്ലുലാർ ആണ്. ഈസ്റ്റ് വിച്ച് ഈസ് യൂണിസെല്ലുലാർ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നെയിം എ യൂണിസെല്ലുലാർ ഫംഗസ്. ഒരു യൂണിസെല്ലുലാർ ഫംഗസിന്റെ പേര് എഴുതുക. ആരാണ്? ഈസ്റ്റ് ആണ്. ഫംഗൈ ആർ ഫിലമെന്റസ്. The bodies consist of long, slender, thread-like structures called hyphae. മക്കളെ, ഫംഗസിന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന നീളം കൂടിയ, സ്ലെൻഡർ, കനം കുറഞ്ഞ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഫേ എന്ന് വിളിക്കുന്നത്. ഹൈഫേ. ഇനി ഈ ഹൈഫകളുടെ നെറ്റ്വർക്കാണ് ഒരു ഫംഗസിന്റെ ബോഡി. അപ്പൊ ഫംഗസിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന യൂണിറ്റുകളെ, ലോങ്, സ്ലെൻഡർ, ത്രെഡ് ലൈക്ക് യൂണിറ്റുകളെ നമ്മൾ എന്ത് വിളിക്കും? ഹൈഫേ എന്ന് വിളിക്കും. ഹൈഫകൾ ചേർന്നുണ്ടാകുന്ന നെറ്റ്വർക്കിനെ നമ്മൾ എന്ത് വിളിക്കും? മൈസീലിയം എന്ന് വിളിക്കും. ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് നോൺ ആസ് മൈസീലിയം. മക്കളെ, എല്ലാ ഫംഗസുകളിലെയും ഹൈഫകൾ ഒരുപോലെ അല്ല. 2 തരം ഹൈഫയുണ്ട്. ഇപ്പൊ ഞാൻ സാറിപ്പോൾ ഒരു ഹൈഫ ഇവിടെ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചു കണ്ടോണേ. ദിസ് ഈസ് എ ഹൈഫേ. ഈ വരച്ച ഒരു ഹൈഫയാണ്. ഈ ഹൈഫയിൽ ന്യൂക്ലിയസുകളുണ്ട്. ഇവിടെ ഒരു ന്യൂക്ലിയസ്, ഇവിടെ അടുത്ത ന്യൂക്ലിയസ്, ഇവിടെ അടുത്ത ന്യൂക്ലിയസ്, ഇവിടെ അടുത്ത ന്യൂക്ലിയസ്. ഇങ്ങനെ കുറേ ന്യൂക്ലിയസുകളുണ്ട്. ഇവിടെ ന്യൂക്ലിയസുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ന്യൂക്ലിയസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ എന്ത് കാണാൻ കഴിയില്ല? ക്രോസ് വാളുകളൊന്നും തന്നെ കാണാൻ കഴിയില്ല. ന്യൂക്ലിയസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് കാണാൻ കഴിയില്ല? ക്രോസ് വാളുകളൊന്നും തന്നെ കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ സം ഹൈഫേ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ്. ചില ഹൈഫകൾ എന്താണ്? കണ്ടിന്യൂസ് ട്യൂബുകളാണ്. ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റ് സൈറ്റോപ്ലാസം. ഇതിനകത്ത് മുഴുവൻ എന്തായിരിക്കും? ഒന്നിലധികം ന്യൂക്ലിയസ് ചേർന്ന സൈറ്റോപ്ലാസം ആയിരിക്കും കാണപ്പെടുന്നത്. ദീസ് ആർ കോൾഡ് സീനോസൈറ്റിക് ഹൈഫേ. ഇങ്ങനെയുള്ള ഹൈഫകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഹൈഫേ? സീനോസൈറ്റിക് ഹൈഫേ അഥവാ എസെപ്റ്റേറ്റ് ഹൈഫേ എന്ന് വിളിക്കും. എസെപ്റ്റേറ്റ് ഹൈഫേ. ഈ ക്രോസ് വാളുകളെ വിളിക്കുന്ന വേറൊരു പേരാണ് സെപ്റ്റേ. ഇതിനിടയ്ക്ക് ക്രോസ് വാൾ ഉണ്ടെങ്കിൽ ആ ക്രോസ് വാൾസിനെ വിളിക്കുന്ന പേരാണ് ഹൈഫേ എന്ന് പറയുന്നത്. സെപ്റ്റേ എന്ന് പറയുന്നത്. അപ്പൊ സെപ്റ്റം ഇല്ലാത്ത ഹൈഫേ ആയതുകൊണ്ട് ഇതിന്റെ പേര് എന്ത് കിട്ടി? എസെപ്റ്റേറ്റ് ഹൈഫേ അഥവാ സീനോസൈറ്റിക് ഹൈഫേ. അപ്പോൾ ഫംഗസിന്റെ ചില ഹൈഫകളിൽ there is no cross walls in between two adjacent nucleus. അടുത്തടുത്തുള്ള 2 ന്യൂക്ലിയസിനിടയ്ക്ക് നമുക്ക് എന്ത് കാണാൻ കഴിയില്ല? ക്രോസ് വാൾസ് കാണാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഹൈഫകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീനോസൈറ്റിക് ഹൈഫേ അഥവാ എസെപ്റ്റേറ്റ് ഹൈഫേ എന്ന് വിളിക്കുന്നത്. എന്നാൽ സാർ വരയ്ക്കുന്ന അടുത്ത ഹൈഫേ നോക്കിയാൽ ഈ ഹൈഫേ നിങ്ങൾ നോക്കിയോണേ. ഈ ഹൈഫേ നിങ്ങൾ നോക്കിയാൽ ഇതിനകത്താണെങ്കിൽ ന്യൂക്ലിയസുകളുണ്ട്. നോക്കിയോണേ, ഇതിനകത്ത് ന്യൂക്ലിയസുകളുണ്ട്.
പക്ഷെ അടുത്തടുത്തുള്ള ന്യൂക്ലിയസിന്റെ ഇടയിൽ, അടുത്തടുത്തുള്ള എന്തിന്റെ ഇടയിൽ, ന്യൂക്ലിയസുകളുടെ ഇടയിൽ there we can see cross walls. എന്ത് കാണാൻ കഴിയും നമുക്ക്? ക്രോസ് വാളുകൾ കാണാൻ കഴിയും. ഓക്കെ, അടുത്തടുത്തുള്ള ന്യൂക്ലിയസിന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് കാണാൻ കഴിയും? ക്രോസ് വാളുകൾ കാണാൻ കഴിയും. ദാ ഇങ്ങനെ ക്രോസ് വാളുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ക്രോസ് വാളുകളുള്ള അഥവാ സെപ്റ്റം പ്രസന്റ് ആയ ഹൈഫകളെ, സെപ്റ്റം ഉള്ള ഹൈഫകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് others have septae or cross walls in their hyphae. ഹൈഫയിൽ ക്രോസ് വാളുകൾ ഉള്ള ഹൈഫയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്റ്റേറ്റ് ഹൈഫെ എന്ന് വിളിക്കും. അപ്പോൾ ചില ഫംഗസുകളിലാണെങ്കിൽ അവരുടെ ഹൈഫ നിർമ്മിച്ചിരിക്കുന്ന അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ട്യൂബ് ആണ് അല്ലേ, ഒരു മൾട്ടി ന്യൂക്ലിയേറ്റ് സൈറ്റോപ്ലാസം ഫില്ല് ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ട്യൂബ്. അടുത്തടുത്തുള്ള ന്യൂക്ലിയസിനിടയ്ക്ക് എന്തില്ല? ക്രോസ് വാളുകളില്ല. അപ്പൊ അങ്ങനത്തെ ഹൈഫകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീനോസൈറ്റിക് ഹൈഫെ അഥവാ സെപ്റ്റേറ്റ് ഹൈഫെ. എന്നാൽ മറ്റു ചില ഹൈഫകളിലാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? അഡ്ജസന്റ് ന്യൂക്ലിയസിന്റെ ഇടയ്ക്ക് നമുക്ക് ക്രോസ് വാളുകൾ കാണാം. അപ്പൊ അങ്ങനെ ക്രോസ് വാളുകൾ ഉള്ള ഹൈഫകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്റ്റേറ്റ് ഹൈഫെ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സെപ്റ്റേറ്റ് ഹൈഫെ എന്ന് വിളിക്കുന്നത്. ഇനി the cell wall of fungi are composed of chitin and polysaccharide. ഫംഗസിന്റെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മക്കളെ? കൈറ്റിനും പോളിസാക്കറൈഡും കൊണ്ടാണ്. കൈറ്റിൻ, പ്രധാനമായിട്ട് കൈറ്റിൻ, ആ വാക്ക് നിങ്ങൾ ഓർത്തു വെച്ചോണം. ഫംഗൽ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ. ആൻഡ് most fungi are heterotrophic and absorb soluble organic matter from dead substrate and hence called saprophyte. Most of the fungus, ലോകത്തുള്ള മിക്കവാറും ഫംഗസുകളെല്ലാം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡ് എടുക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്ത് വിളിക്കും? സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കും. എന്നാൽ ചിലര് those that depend on living plants and animals are called parasites. മറ്റു ചില ഫംഗസുകൾ എങ്ങനെയുള്ള ന്യൂട്രീഷനാണ് കാണിക്കുന്നത്? പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ലിവിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്നോ അനിമലിൽ നിന്നോ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യും. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? പാരസൈറ്റുകൾ. എന്നാൽ കൂടുതൽ ഫംഗസുകൾ എന്ത് മോഡാണ് കാണിക്കുന്നത്? സാപ്രോഫൈറ്റിക്. ഇനി ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു ടൈപ്പ് ന്യൂട്രീഷൻ ഉണ്ട്. നോക്ക്, they can also live as symbionts. എന്തായിട്ടും ജീവിക്കുക അവർക്ക്? സിംബയോണ്ടുകളായിട്ടും. എന്താ മക്കളെ ഈ സിംബയോണ്ടുകൾ എന്ന് പറഞ്ഞാൽ? മ്യൂച്വലി benefited relationships. മ്യൂച്വലി ബെനഫിറ്റഡ് റിലേഷൻഷിപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അഥവാ സിംബയോൺസ് എന്ന് വിളിക്കുന്നത്. ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗെ ആസ് ലൈക്കൺ. ചിലരെന്ത് ചെയ്യും? ചില ഫംഗസുകൾ ആൽഗയുമായി ഒരു അസോസിയേഷൻ ഉണ്ടാക്കും. ആ അസോസിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈക്കൺ. The symbiotic relationship between algae and fungus. ഒന്ന് പറഞ്ഞേടെ, the symbiotic relationship between algae and fungus is called lichen. And with the roots of higher plant is called mycorrhiza. ഇപ്പൊ എന്താ mycorrhiza? The symbiotic relationship between fungi and the roots of higher plants is called mycorrhiza. ഒന്ന് പറഞ്ഞേ. The symbiotic relationship between fungus and symbiotic relationship between fungus and algae is called lichen. Symbiotic relationship between fungus and algae is called lichen. അതുപോലെ the symbiotic relationship between fungi and roots of higher plants. Fungi and roots of higher plants. Symbiotic relationship between fungi and algae is called lichen. And fungi and roots of higher plant is called mycorrhiza. അപ്പൊ ഇവിടെ എന്താണ് ഈ മ്യൂച്വൽ റിലേഷൻഷിപ്പ്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടുപേരും എങ്ങനെയാണ് മ്യൂച്വലി ബെനിഫിറ്റഡ് ആവുന്നത്? മക്കളെ, ലൈക്കന്റെ കേസിലാണെങ്കിൽ ആൽഗെ ഫംഗസിന് ഫുഡ് കൊടുക്കും. കാരണം ആൽഗെ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫിക് ഓർഗാനിസം ആണ്. അതുകൊണ്ട് തന്നെ ആൽഗെ ഫംഗസിന് എന്ത് കൊടുക്കും? ഫുഡ് കൊടുക്കും. തിരിച്ച് ഫംഗസ് എന്താ റിട്ടേൺ ചെയ്യും? ഫംഗസ് ഷെൽട്ടർ കൊടുക്കും. ഫംഗസ് ആൽഗയ്ക്ക് എന്ത് കൊടുക്കും? ഷെൽട്ടർ കൊടുക്കും. ആൻഡ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ് ഫ്രം ദ സോയിൽ. സോയിലിൽ നിന്ന് എന്ത് അബ്സോർബ് ചെയ്യാനും സഹായിക്കും? മിനറലുകൾ അബ്സോർബ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ആൽഗെ ഫംഗസിന് ഫുഡ് കൊടുക്കും. തിരിച്ച് ഫംഗസ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ് ഫ്രം ദ സോയിൽ. അതുപോലെ ഫംഗസും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഫംഗസ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ് എന്തുമായിരിക്കും കൊടുക്കുന്നത്? ഇതായി ഇവിടുത്തെ കാര്യം, അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ് ഫ്രം ദ സോയിൽ. സോയിൽ നിന്ന് മിനറൽ അബ്സോർബ് ചെയ്യാൻ ആ പ്ലാന്റിനെ സഹായിക്കും. അതുപോലെ തന്നെ അപ്പൊ തിരിച്ച് ഈ ഹയർ പ്ലാന്റ് ഫംഗസിന് എന്ത് കൊടുക്കും? ഹയർ പ്ലാന്റ് ഫംഗസിന് എന്ത് കൊടുക്കും? പ്രൊവൈഡ്
പ്രൊവൈഡ് ഫുഡ്. എന്ത് പ്രൊവൈഡ് ചെയ്യും? ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ രണ്ടുപേർക്കും ബെനിഫിറ്റഡ് അല്ലേ? ഈ രണ്ട് റിലേഷൻ കൊണ്ട് രണ്ട് കൂട്ടർക്കും ബെനിഫിറ്റ് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ റിലേഷൻഷിപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മ്യൂച്വലി ബെനിഫിറ്റഡ് റിലേഷൻഷിപ്പുകളെ വിളിക്കുന്ന പേരാണ് സിംബയോസിസം എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? സിംബയോസിസം. അപ്പൊ ദ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ ഈസ് കോൾഡ് ലൈക്കൺ, ആൻഡ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ് ഈസ് കോൾഡ് മൈക്കോറൈസ. മൈക്കോറൈസ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് മൈക്കോറൈസയാണ് മക്കളെ. മൈക്കോറൈസ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോണം. അടുത്ത കാര്യം, റീപ്രൊഡക്ഷൻ ഇൻ ഫംഗസ്. ഫംഗസിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാണ്? പ്രധാനമായിട്ട് ഫംഗസ് 3 തരം റീപ്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. 1 വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, 2 എസെക്ഷൽ റീപ്രൊഡക്ഷൻ, 3 സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഫംഗസിൽ പ്രധാനമായും 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്: വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. നോക്കൂ മക്കളെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ 3 മെത്തേഡ്സ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ 3 മെത്തേഡുകൾ വഴിയാണ് നടക്കുന്നത്. ഏതൊക്കെയാ? ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിംഗ്. ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിംഗ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ കൊണീഡിയ ഓർ സ്പൊറാഞ്ചിയോസ്പോർ. ഒന്നുകിൽ കൊണീഡിയോസ്പോറുകൾ വഴി, കൊണീഡിയെ തന്നെയാണ് നമ്മൾ എന്തും വിളിക്കുന്നത്? കൊണീഡിയോസ്പോർ എന്നും വിളിക്കുന്നത്. കൊണീഡിയോസ്പോറുകൾ വഴിയോ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോസ്പോറുകൾ വഴിയോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ആരാണ് ഈ സ്പൊറാഞ്ചിയോസ്പോറുകൾ? സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന സ്പോറുകളെ വിളിക്കുന്ന പേരാണ് സ്പൊറാഞ്ചിയോസ്പോറുകൾ. അപ്പൊ അതിനർത്ഥം എന്താ? കൊണീഡിയ അങ്ങനല്ല ഫോം ചെയ്യുന്നത്. സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന സ്പോർ അല്ല കൊണീഡിയോസ്പോർ. അതുകൊണ്ട് അതിന് എന്ത് പേര് കിട്ടിയത്? കൊണീഡിയോസ്പോർ അല്ലെങ്കിൽ കൊണീഡിയ. ചുരുക്കി നമ്മൾ കൊണീഡിയ എന്ന് വിളിക്കും. ഇനി സ്പൊറാഞ്ചിയോസ്പോറുകൾ, സ്പൊറാഞ്ചിയത്തിനകത്ത് ഫോം ചെയ്യുന്ന സ്പോറുകളെ വിളിക്കുന്ന പേരാണ് സ്പൊറാഞ്ചിയോസ്പോറുകൾ. അത് പ്രധാനമായിട്ട് 2 എണ്ണമാണുള്ളത്. ഒന്നിനെ നമ്മൾ വിളിക്കും സൂസ്പോർ, രണ്ടാമത്തേനെ നമ്മൾ വിളിക്കും എപ്ലാനോസ്പോർ. സൂസ്പോറും എപ്ലാനോസ്പോറും. സൂസ്പോർ ആൻഡ് എപ്ലാനോസ്പോർ. സൂസ്പോർ മോട്ടയിലായിരിക്കും, എപ്ലാനോസ്പോർ നോൺ മോട്ടയിലായിരിക്കും. എന്ന് വെച്ചാൽ സൂസ്പോറുകൾക്ക് ചലിക്കാനുള്ള കഴിവുണ്ട്, മോട്ടിലിറ്റി ഉണ്ട്, അഥവാ മോട്ടയിലാണ്. എപ്ലാനോസ്പോറുകൾക്ക് ചലിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, നോൺ മോട്ടയിലാണ്. ഓക്കെ, ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ സെക്ഷൽ സ്പോർസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് സ്പോറുകൾ വഴിയാ? സെക്ഷൽ സ്പോറുകൾ വഴിയാ. ഏതൊക്കെയാ സെക്ഷൽ സ്പോർ? ഊസ്പോർ, ആസ്കോസ്പോർ ആൻഡ് ബെസിഡിയോസ്പോർ. ഏതൊക്കെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന സ്പോറുകൾ? ഏതൊക്കെയാ? ഊസ്പോർ, ആസ്കോസ്പോർ ആൻഡ് ബെസിഡിയോസ്പോർ. ഓക്കെ, അപ്പോ ഫംഗൈ റീപ്രൊഡ്യൂസ് ഇൻ 3 മെത്തേഡ്സ്. ഫംഗസ് 3 മെത്തേഡുകളിൽ റീപ്രൊഡ്യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ഓർ ബഡ്ഡിംഗ്. ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ഓർ ബഡ്ഡിംഗ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ കൊണീഡിയോസ്പോർ ഓർ സ്പൊറാഞ്ചിയോസ്പോർ. കൊണീഡിയോസ്പോറിനെ ചുരുക്കി നമ്മൾ കൊണീഡിയ എന്ന് വിളിക്കും. സ്പൊറാഞ്ചിയോസ്പോറുകൾക്ക് എക്സാമ്പിൾ ആണ് സൂസ്പോറും എപ്ലാനോസ്പോറും. ഇത് രണ്ടിലേത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാം. സെക്ഷലി, സെക്ഷൽ ആകുമ്പോൾ അവരുടെ സെക്ഷൽ സ്പോറുകളുണ്ട്. ഏതൊക്കെയാ? ഊസ്പോർ, ആസ്കോസ്പോർ, ബെസിഡിയോസ്പോർ. ഇനി മക്കളെ, ഫംഗസിൽ പ്രധാനമായിട്ടും 2 രീതിയിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഫംഗസിൽ പ്രധാനമായിട്ട് എത്ര രീതിയിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? 2 രീതിയിൽ. ഒന്നുകിൽ അവരിൽ ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം. ഗമീറ്റിക് ഫ്യൂഷൻ വഴി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം. ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് ലോവർ ഫംഗസുകളിലാണ്. എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് ഫംഗസ്, വളരെ താഴെയുള്ള ലോവർ ഫംഗസുകളിലാണ് ഗമീറ്റിക് ഫ്യൂഷൻ വഴി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് 2 കോമ്പാക്റ്റബിൾ ഹൈഫേ, കൂടിച്ചേരാൻ കഴിയുന്ന 2 ഹൈഫകൾ തമ്മിൽ കൂടിച്ചേർന്ന് ചിലപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം. ഹയർ ഫംഗസുകളിലെല്ലാം ഈ മെത്തേഡാണ് നടക്കുന്നത്. അപ്പോൾ ഫംഗസിൽ എത്ര രീതിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം? 2 രീതിയിൽ. ഒരു രീതി എന്തുവാ? ഗമീറ്റിക് ഫ്യൂഷൻ വഴി, ഗമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് വഴി. അതുപോലെ തന്നെ അടുത്ത മെത്തേഡ് എന്തുവാ? ഫ്യൂഷൻ ഓഫ് 2 കോമ്പാക്റ്റബിൾ ഹൈഫേ, കോമ്പാക്റ്റബിൾ ആയ 2 ഹൈഫകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് വഴി. ഈ 2 രീതിയിലാണ് ഫംഗസിൽ എന്ത് നടക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ദ സെക്ഷൽ സൈക്കിൾ ഇൻവോൾവ് ദ ഫോളോയിങ് 3 സ്റ്റെപ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 3 സ്റ്റെപ്പുകളുണ്ട്. ഇപ്പൊ ഗമീറ്റിക് ഫ്യൂഷൻ വഴി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നാലും, കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മേറ്റിംഗ് ടൈപ്പുള്ള 2 ഹൈഫകൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നാലും 3 സ്റ്റെപ്പുകൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. 1 പ്ലാസ്മോഗമി, the fusion of protoplasm between 2 motile or non-motile gamete. ഗമീറ്റുകളുടെ പ്രോട്ടോപ്ലാസങ്ങൾ ആദ്യം ഫ്യൂസ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ സ്പേമും ഓവവും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ആദ്യം എന്തുവാ? സ്പേമിന്റെ ഓവത്തിന്റെ സൈറ്റോപ്ലാസമാണ് കമ്പൈൻ ചെയ്യുന്നത്, പ്രോട്ടോപ്ലാസമാണ് കമ്പൈൻ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്യും. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile or non-motile gamete is called plasmogamy.
രണ്ട് മോട്ടൈലോ നോൺ മോട്ടൈലോ ആയ ഗമീറ്റുകളുടെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നതിനെ പ്ലാസ്മോഗമി എന്ന് വിളിക്കും. ആൻഡ് ഫ്യൂഷൻ ഓഫ് ടു ന്യൂക്ലിയൈ, രണ്ട് ഗമീറ്റുകളുടെ ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? കാരിയോഗമി എന്ന് വിളിക്കും. കാരിയോഗമി നടന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും മക്കളെ? കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ രണ്ട് ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഗോട്ട് ഫോം ചെയ്യും. ഇനി അടുത്ത ഫംഗസിൽ നടക്കുന്ന അടുത്ത പ്രവർത്തനമാണ് the zygote undergo meiosis. The meiosis in zygote resulting in haploid spores. സൈഗോട്ടിന് മിയോസിസ് നടന്ന് എന്തുണ്ടാവും? ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടാവും. കാരണം മിയോസിസ് നടക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയാൻ കാര്യം, ഈ ഫംഗസിന്റെ ഒക്കെ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്ലോയിഡ് ബോഡിയാണ്. n നമ്പർ ഓഫ് ക്രോമസോം മാത്രമേ അതിനകത്ത് കാണുള്ളൂ. എന്ന് വെച്ചാൽ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ്, ഒരു സെറ്റ് ക്രോമസോം മാത്രമേ ഒരു സെല്ലിൽ കാണുള്ളൂ. അപ്പം അങ്ങനെ വരണമെങ്കിൽ ഇവിടെ ഉണ്ടായ സൈഗോട്ട് എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. രണ്ട് ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്തുണ്ടായ സാധനമായതുകൊണ്ട് സൈഗോട്ട് എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ആ ഡിപ്ലോയിഡ് സൈഗോട്ടിന് മിയോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകൾ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫംഗസിൽ പ്രധാനമായും എത്ര രീതിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ? രണ്ട് രീതിയിൽ. ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്തും നടക്കാം, അതല്ലെങ്കിൽ കോമ്പാക്റ്റബിൾ മീറ്റിംഗ് ടൈപ്പുള്ള രണ്ട് ഹൈഫകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തും നടക്കാം. രണ്ട് രീതിയിൽ എങ്ങനെ നടന്നാലും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 3 സ്റ്റെപ്പുകൾ ഇൻവോൾവ് ആണ്. ആദ്യം രണ്ട് സെല്ലുകളുടെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യണം, അതിനെ പറയുന്ന പേര് പ്ലാസ്മോഗമി. പിന്നീട് രണ്ട് സെല്ലുകളുടെ ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്യണം, പേര് കാരിയോഗമി. പ്ലാസ്മോഗമിയും കാരിയോഗമിയും കഴിയുമ്പോൾ അവിടെ സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ടിന് മിയോസിസ് നടന്ന് എന്ത് ഫോം ചെയ്യും? ഹാപ്ലോയിഡ് സ്പോറുകൾ ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ഹാപ്ലോയിഡ് സ്പോറുകൾ. ഇനി when the fungus reproduce sexually, two haploid hyphae of compactable mating type come together and fuse. ഹയർ ഫംഗസുകളൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്തോ സംഭവിക്കുന്നത്? ടു ഹാപ്ലോയിഡ് ഹൈഫേ, രണ്ട് ഹാപ്ലോയിഡ് ഹൈഫകൾ തമ്മിൽ, കോമ്പാക്റ്റബിൾ മേറ്റിംഗ് ടൈപ്പുള്ള ഹൈഫകൾ തമ്മിൽ അടുത്തടുത്ത് വരികയും ഫ്യൂസ് ചെയ്യുകയും ചെയ്യും. മക്കളെ, ഇങ്ങനെ ഫ്യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം അവിടെ നടക്കും. ഇതൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്ക്, in some fungi the fusion of haploid cells immediately results in diploid cell. However, in other fungi like Ascomycetes and Basidiomycetes, ഇനി നമ്മൾ പഠിക്കും ഫംഗസിന്റെ രണ്ട് ക്ലാസ്സുകളാണ് ആസ്കോമൈസീറ്റസും ബെസിഡിയോമൈസീറ്റസും. അപ്പൊ ആസ്കോമൈസീറ്റ്സിലും ബെസിഡിയോമൈസീറ്റ്സിലും an intervening dikaryotic stage 2 nuclei per cell occur. Such a condition is called dikaryon and the phase is called dikaryophase of fungus. ഒന്നുമില്ല മക്കളെ, രണ്ട് കോമ്പാക്റ്റബിൾ മേറ്റിംഗ് ടൈപ്പുള്ള ഹൈഫകൾ അടുത്തടുത്ത് വന്ന് ഫ്യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹയർ ഫംഗസുകളിലൊക്കെ അങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോടാ, ശ്രദ്ധിക്കണേ, ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്തു, അവരുടെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തു. പിന്നീട് ഈ ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്യേണ്ട, കാരിയോഗമി നടക്കണം. പക്ഷേ ദ പ്ലാസ്മോഗമി ഡു നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ കാരിയോഗമി. പ്ലാസ്മോഗമി നടന്നാൽ ഉടനെ എന്ത് നടക്കത്തില്ല? കാരിയോഗമി നടക്കത്തില്ല. പകരം ഒരു സെല്ലിൽ രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഒരു കണ്ടീഷൻ വരും, n+n കണ്ടീഷൻ. ദിസ് സ്റ്റേജ് ഈസ് നോൺ ആസ് ഡൈകാരിയോഫേസ്. ഈ സ്റ്റേജിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈകാരിയോഫേസ് എന്ന് വിളിക്കും. ഈ സെല്ലിന്റെ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈകാരിയോൺ. ഡൈകാരിയോൺ ഇങ്ങനെ നടക്കുന്ന സ്റ്റേജിനെ നമ്മൾ ഡൈകാരിയോഫേസ് എന്ന് വിളിക്കും. ഈ കണ്ടീഷൻ, ഈ സെല്ലിന്റെ n+n കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോൺ. ഈ ഡൈകാരിയോൺ ഫോർമേഷൻ നടക്കുന്നത് ഏതൊക്കെ ഫംഗൽ ക്ലാസ്സുകളിലാ? ആസ്കോമൈസീറ്റ്സിലും ബെസിഡിയോമൈസീറ്റ്സിലും. ആസ്കോമൈസീറ്റ്സിലും ബെസിഡിയോമൈസീറ്റ്സിലുമാണ് ഈ പറയുന്ന ഡൈകാരിയോഫേസ് നമുക്ക് കാണാൻ കഴിയുന്നത്, അഥവാ ഡൈകാരിയോൺ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ എന്തോ ഡൈകാരിയോൺ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, രണ്ട് കോമ്പാക്റ്റബിൾ മേറ്റിംഗ് ടൈപ്പുള്ള ഹൈഫകൾ അടുത്തടുത്ത് വന്ന് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്മോഗമി നടക്കും. പക്ഷേ ദ പ്ലാസ്മോഗമി ഡു നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ കാരിയോഗമി. പ്ലാസ്മോഗമിയെ ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്തുകൊണ്ട് ആര് നടക്കത്തില്ല? കാരിയോഗമി നടക്കത്തില്ല. അപ്പോൾ ഒരു സെല്ലിനകത്ത് രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഒരു കണ്ടീഷൻ വരും, n+n കണ്ടീഷൻ. സാധാരണഗതിയിൽ ആ എന്നും കൂടെ കൂടിച്ചേർന്ന് 2n ആയിട്ടുള്ള സൈഗോട്ടായിട്ട് മാറേണ്ടതാ. പക്ഷെ അങ്ങനെ മാറിയില്ല, n+n കണ്ടീഷനിൽ കിടക്കുകയാണ്. ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡൈകാരിയോഫേസ് എന്ന് വിളിക്കുന്നത്. ആ സെല്ലിന്റെ ആ അവസ്ഥയെ നമ്മൾ ഡൈകാരിയോൺ എന്ന് വിളിക്കും. ഓക്കെ ആണോ മക്കളെ? ആണ്. അപ്പൊ അത് ആരെല്ലാം കാണപ്പെടുന്നത്? ആസ്കോമൈസീറ്റസിലും ബെസിഡിയോമൈസീറ്റസിലും. The morphology of mycelium, mode of spore formation and fruiting bodies form the basis of division of kingdom into various classes. Kingdom ഫംഗസിനെ നമുക്ക് 4 ക്ലാസ്സുകളായിട്ട് തിരിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് മോർഫോളജി ഓഫ് മൈസീലിയം. എന്തൊക്കെ ബേസ് ചെയ്താ? മൈസീലിയത്തിന്റെ മോർഫോളജി, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, ഫ്രൂട്ടിംഗ് ബോഡീസ്. ഇതിനെ മൂന്നിനെയും ബേസ് ചെയ്ത് ഇവരെ നമുക്ക് 4 ക്ലാസ്സുകളായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? ഫൈക്കോമൈസീറ്റസ്, ആസ്കോമൈസീറ്റസ്, ബെസിഡിയോമൈസീറ്റസ്, ഡ്യൂട്ടറോമൈസീറ്റസ്. ഒന്ന് പറ മക്കളെ. ഫൈക്കോമൈസീറ്റസ്, ആസ്കോമൈസീറ്റസ്, ബെസിഡിയോമൈസീറ്റസ്, ഡ്യൂട്ടറോമൈസീറ്റസ്. നമുക്ക് ഈ 4 ക്ലാസ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ടെക്സ്റ്റ് പറയുന്നുണ്ട്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്തതിൽ നിന്നും
ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവയെക്കുറിച്ച് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? ഇതാ നോക്കിയോ മക്കളെ, ആദ്യത്തെ ക്ലാസ് ആയിട്ടുള്ള ഫൈക്കോമൈസീറ്റസ് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റുകൾ മാത്രം ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾ അത് മാത്രം നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഫൈക്കോമൈസീറ്റസ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക, ദീസ് ആർ ലോവർ ഫംഗൈ. ഫംഗസിന്റെ ലോകത്തെ ലോവർ ഫംഗൈ എന്നാണ് നമ്മൾ ആരെ അറിയപ്പെടുന്നത്? ഫൈക്കോമൈസീറ്റസിനെ അറിയപ്പെടുന്നത്. ഇവരിൽ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. ഇതിൽ ചില ഫൈക്കോമൈസീറ്റസിനെ നമുക്ക് ചില പ്ലാന്റുകളിൽ ഒബ്ലിഗേറ്ററി പാരസൈറ്റ് ആയിട്ട് കാണാൻ കഴിയും. ചില ഫൈക്കോമൈസീറ്റസിനെ നമുക്ക് എന്തായിട്ട് കാണാൻ കഴിയും? ചില പ്ലാന്റുകളിൽ ഒബ്ലിഗേറ്ററി പാരസൈറ്റ്സ് ആയിട്ട് കാണാൻ കഴിയും. ചില പ്ലാന്റുകളിൽ ഒബ്ലിഗേറ്ററി പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഹോസ്റ്റിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന പാരസൈറ്റുകളെ പറയുന്ന പേരാണ് ഒബ്ലിഗേറ്ററി പാരസൈറ്റ്. അതായത് അതിന്റെ ജീവിതത്തിൽ ഒറ്റ ഹോസ്റ്റ് മാത്രമേ കാണൂ, അതിൽ മാത്രമേ അതിന് സർവൈവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ പ്ലാന്റുകളിൽ ഒബ്ലിഗേറ്ററി പാരസൈറ്റുകളായിട്ട് കാണപ്പെടുന്ന ചില ഫൈക്കോമൈസീറ്റസ് ഫംഗസുകളെ കാണാം. ഇനി ഇവരിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ലോവർ ഫംഗസ് അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും? ഗമീറ്റിക് ഫ്യൂഷൻ വഴിയാണ്. ഇവരിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഗമീറ്റിക് ഫ്യൂഷൻ വഴിയാണ്. ഇനി നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് ഇതിന്റെ എക്സാമ്പിളാണ്. അതായത് ഐസോഗമിയിലൂടെ, അനൈസോഗമിയിലൂടെ, ഊഗമിയിലൂടെയോ ഗമീറ്റിക് ഫ്യൂഷൻ വഴിയാണ് ഇവരിൽ എന്ത് നടക്കുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിളുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതാ നോക്കിയോ മക്കളെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈക്കോമൈസീറ്റസിന്റെ എക്സാമ്പിൾ ഒന്നാമത്തത് റൈസോപ്പസ് അഥവാ കോമൺ നെയിം ബ്രെഡ് മോൾഡ്. ബ്രെഡ് മോൾഡ്, ബ്രെഡിലൊക്കെ പിടിക്കുന്ന പൂപ്പലായിട്ടുള്ള റൈസോപ്പസ്. നെക്സ്റ്റ് ഈസ് മ്യൂക്കർ. മ്യൂക്കർ രണ്ടാമത്തെ എക്സാമ്പിൾ പുസ്തകത്തിൽ പഠിക്കാനുള്ളത് മ്യൂക്കർ എന്ന് പറയുന്ന ഫംഗസ്, ബ്ലാക്ക് ഫംഗസ് എന്നൊക്കെ അറിയപ്പെടുന്ന മ്യൂക്കർ. Then next is albigo. മസ്റ്റാർഡ് ഫംഗസ് എന്നാണ് അറിയപ്പെടുന്നത്. ആൽബിഗോയെ നമ്മൾ എന്തോ വിളിക്കുന്നത്? മസ്റ്റാർഡ് ഫംഗൈ എന്നറിയപ്പെടുന്ന ആൽബിഗോ. ഇത്രയും മതി. ഫൈക്കോമൈസീറ്റസിൽ ഇത്രയും പോയിന്റ് എങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. ഫൈക്കോമൈസീറ്റസിനെ ലോവർ ഫംഗൈ എന്നറിയപ്പെടുന്നു. അവരിലെ ചില മെമ്പേഴ്സിനെ നമുക്ക് ചില പ്ലാന്റുകളിൽ ഒബ്ലിഗേറ്ററി പാരസൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അവരിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗമീറ്റിക് ഫ്യൂഷൻ വഴി ഒരു സൈഗോസ്പോർ ഫോം ചെയ്തിട്ടാണ്. എന്ത് ഫോം ചെയ്തിട്ടാണ്? സൈഗോസ്പോർ ഫോം ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ അവരുടെ എക്സാമ്പിളുകൾ റൈസോപ്പസ് അഥവാ ബ്രെഡ് മോൾഡ്, മ്യൂക്കർ, ആൽബിഗോ അഥവാ മസ്റ്റാർഡ് ഫംഗൈ. ഇതാണ് ഫൈക്കോമൈസീറ്റസ്. അടുത്തത് ആസ്കോമൈസീറ്റസ്. അടുത്ത ആരാണ് മക്കളെ? ആസ്കോമൈസീറ്റസ്. നോക്കിക്കോണം, അവരെ കുറിച്ച് ഇതുപോലെ നമ്മൾ കുറച്ച് പോയിന്റുകൾ മാത്രമേ പഠിക്കത്തുള്ളൂ കേട്ടോ. ആസ്കോമൈസീറ്റസ് ഓർത്തോളുക, ഇവരെ കോമൺലി അറിയപ്പെടുന്ന പേരാണ് സാക്ക് ഫംഗൈ. എന്താണ്? ആസ്കോമൈസീറ്റസ് ഈസ് കോമൺലി കോൾഡ് സാക്ക് ഫംഗൈ. ആസ്കോമൈസീറ്റസിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സാക്ക് ഫംഗൈ. ഇനി അടുത്ത നോക്കിക്കോണം, ഇവരിലാണ് ഈസ്റ്റ് എന്ന് പറയുന്ന യൂണിസെല്ലുലാർ ഫംഗസ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഈസ്റ്റ് വരുന്നത് ഇവിടെയാണ്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള പെനിസീലിയം വരുന്നത് ഇവിടെയാണ്. പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് നമ്മൾ ലോകത്തിൽ ആദ്യമായി ഉണ്ടാക്കിയെടുത്തത് പെനിസീലിയത്തിൽ നിന്നാണ്. അപ്പോൾ പെനിസീലിയം ഇൻക്ലൂഡ് ആവുന്നത് അത് മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ പെനിസീലിയോ ഇതേ ഗ്രൂപ്പിലാണ്, ആസ്കോമൈസീറ്റസിലാണ്. ഇനി അതുപോലെ തന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ടത് ആസ്കോമൈസീറ്റസിന്റെ അടുത്തൊരു പ്രത്യേകതയാണ്, ഇവരിൽ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊണീഡിയോസ്പോറുകളിലൂടെയാണ്. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് സ്പോറുകളിലൂടെയാണ്? കൊണീഡിയോസ്പോറുകൾ അഥവാ കൊണീഡിയയിലൂടെയാണ്. കൊണീഡിയോസ്പോറുകൾ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതാവട്ടെ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ആസ്കോസ്പോറുകളിലൂടെയാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സ്പോറിന്റെ പേരെന്തുവാ? ആസ്കോസ്പോർ. മക്കളെ, ആസ്കോസ്പോറുകൾ ഉണ്ടാകുന്ന സ്പൊറാഞ്ചിയത്തിന്റെ പേര് ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ആസ്കോസ്പോർ എന്ന് പറഞ്ഞാൽ അതിന്റെ സെക്ഷുവൽ സ്പോറാണ്. ആസ്കോസ്പോർ എന്ന് പറഞ്ഞാൽ അതിന്റെ സെക്ഷുവൽ സ്പോറാണ്. ആസ്കോസ്പോർ ഉണ്ടാകുന്ന സ്പൊറാഞ്ചിയത്തിന്റെ പേര് ആസ്കസ്. ആസ്കോസ്പോർ ഉണ്ടാകുന്ന സ്പൊറാഞ്ചിയത്തിന്റെ പേരെന്താണ്? ആസ്കസ്. ദാറ്റ് ഈസ് സ്പൊറാഞ്ചിയം. സ്പൊറാഞ്ചിയത്തിന്റെ പേരാണ് ആസ്കസ്. സ്പൊറാഞ്ചിയമാണ് ആസ്കസ്. അതുപോലെ തന്നെ ആസ്കസ് ഉണ്ടാകുന്ന ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര് ആസ്കോകാർപ്പ്. ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഏതെന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡിയാണ് ആസ്കോകാർപ്പ്.
ഫ്രൂട്ടിംഗ് ബോഡിയാണ് ആസ്കോകാർപ്പ്. അപ്പോൾ നമുക്ക് ആ സെക്ഷൽ സ്പോറിന്റെ പേര് ആസ്കോസ്പോർ, സ്പൊറാഞ്ചിയത്തിന്റെ പേര് ആസ്കസ്, ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര് ആസ്കോകാർപ്പ്. ഓക്കെ ആണ്. ഇനി ഇവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടെ പഠിക്കണം. ആസ്കോമൈസിറ്റസിന്റെ മാത്രം നിങ്ങൾ എന്തുകൂടെ പഠിക്കണം? എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടെ പഠിക്കണം. വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഇവന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടെ പഠിക്കണം. വേറെ ആരുടെയും വേണ്ട, എക്കണോമിക് ഇമ്പോർട്ടൻസ്. നോക്കിക്കോളൂ, ഇവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഒന്നാമത്തത് പറയട്ടെ മക്കളെ, ന്യൂറോസ്പോറ എന്ന് പറയുന്ന ഒരു ഫംഗസ്, ആസ്കോമൈസിറ്റസിൽ പെടുന്ന ഒരു ഫംഗസിന്റെ പേരാണ് ന്യൂറോസ്പോറ. ഈസ് യൂസ്ഡ് ഇൻ ജനറ്റിക് എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ ജനറ്റിക് വർക്ക്. ജനറ്റിക് വർക്കുകളിൽ നമ്മളൊരു എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് ആരെന്ന് പറയുന്നത്? ന്യൂറോസ്പോറ. അതുപോലെ തന്നെ അടുത്ത ഒരു ഫംഗസ് ആണ് ക്ലാവിസെപ്സ്. ക്ലാവിസെപ്സ് ഈസ് യൂസ്ഡ് ആസ് മെഡിസിൻ. ക്ലാവിസെപ്സിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യും. മെഡിസിൻ. ഇനി ഇതിൽ തന്നെ വരുന്ന മറ്റു രണ്ട് ഫംഗസുകളാണ് മോറൽസ് ആൻഡ് ട്രഫിൾസ്. മോറൽസ് ആൻഡ് ട്രഫിൾസ്, ദീസ് ആർ എഡിബിൾ. ഇവരെന്താണ്? കഴിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗസുകളാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞ മക്കളെ, എക്കണോമിക് ഇമ്പോർട്ടൻസുകൾ എന്തൊക്കെയാ? ന്യൂറോസ്പോറ ഈസ് യൂസ്ഡ് ഇൻ ജനറ്റിക് വർക്ക്. ക്ലാവിസെപ്സ് സി ആണ് കേട്ടോ മക്കളെ, ഇത് ക്ലാവിസെപ്സ് ഈസ് യൂസ്ഡ് ആസ് മെഡിസിൻ. മോറൽസ് ആൻഡ് ട്രഫിൾസ് ആർ എഡിബിൾ. ഇത്രയും കാര്യങ്ങൾ ആസ്കോമൈസിറ്റസിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അടുത്തത് ഇപ്പോൾ ഫൈക്കോമൈസിറ്റസ്, ഫൈക്കോമൈസിറ്റസിന് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാൻ. ആസ്കോമൈസിറ്റസിന് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബെസിഡിയോമൈസിറ്റസ്. ബെസിഡിയോമൈസിറ്റസ് കോമൺ നെയിം നമുക്ക് പഠിക്കാനില്ല, പക്ഷെ അവന്റെ കോമൺ നെയിം ക്ലബ് ഫംഗൈ എന്നാണ്, നമുക്ക് പഠിക്കാനില്ല. ബെസിഡിയോമൈസിറ്റസിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫഞ്ചൈ, പഫ് ബോൾസ്, ഇതെല്ലാം ഇതിൽ വരുന്ന ഫംഗസ് ആണ്. അതുപോലെ റസ്റ്റ് സ്മട്ട്, ഓർത്തോണേ, റസ്റ്റും സ്മട്ടും. എന്താണ് റസ്റ്റ് എന്ന് ചോദിച്ചാൽ, റസ്റ്റ് തുരുമ്പെന്നല്ലേ നമ്മൾ പറയുന്നത്, റസ്റ്റ്. അപ്പൊ റസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളേർഡ്, തുരുമ്പിന്റെ കളറിലുള്ള ബ്രൗൺ കളേർഡ് പൗഡറി ഫംഗസ്. ബ്രൗൺ കളേർഡ് പൗഡറി ഫംഗസ് ഈസ് കാൾഡ് റസ്റ്റ്. ഓർത്തോണേ, ബ്രൗൺ കളേർഡ് പൗഡറി ഫംഗസ് ഈസ് കാൾഡ് റസ്റ്റ്. വൈറ്റ് കളേർഡ് പൗഡറി ഫംഗസ് ഈസ് കാൾഡ് സ്മട്ട്. അപ്പൊ റസ്റ്റ് എന്തുവാ, സ്മട്ട് എന്തുവാ എന്ന് പറഞ്ഞേ. ബ്രൗൺ കളേർഡ് പൗഡറി ഫംഗസ് ഈസ് കാൾഡ് റസ്റ്റ്. വൈറ്റ് കളേർഡ് പൗഡറി ഫംഗസ് ഈസ് കാൾഡ് സ്മട്ട്. ഓക്കെ, ഇനി ബെസിഡിയോമൈസിറ്റസിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. ഈ പോയിന്റുകൾ നിങ്ങൾ ഉറപ്പായി ഓർത്ത് വെച്ചേക്കണേ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ബെസിഡിയോസ്പോർ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് സ്പോറുകൾ വഴിയാ മക്കളെ? ബെസിഡിയോസ്പോറുകൾ വഴി. സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ബെസിഡിയോസ്പോറുകൾ. അപ്പൊ സെക്ഷൽ സ്പോറിന്റെ പേര് നമുക്ക് കിട്ടി എന്തുവാ? ബെസിഡിയോസ്പോർ ആണ് സെക്ഷൽ സ്പോർ. അതുണ്ടാകുന്ന സ്പൊറാഞ്ചിയത്തിന്റെ പേര് ഇനി പഠിക്കണം. ബെസിഡിയോസ്പോർ ആണ് ഇവിടുത്തെ സെക്ഷൽ സ്പോറ്. അതുണ്ടാകുന്ന സ്പൊറാഞ്ചിയത്തിന്റെ പേര് ശ്രദ്ധിച്ചോണേ മക്കളെ. ഇതുണ്ടാകുന്ന സ്പൊറാഞ്ചിയത്തിന്റെ പേര് ബെസിഡിയം. വിളിക്കുന്നേ ബെസിഡിയം, ദാറ്റ് ഈസ് ദ സ്പൊറാഞ്ചിയം. ഇതുണ്ടാകുന്ന സ്പൊറാഞ്ചിയത്തിന്റെ പേര് ബെസിഡിയം. ഇനി ഇതുണ്ടാകുന്ന ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര് ബെസിഡിയോ കാർപ്പ്. ദാറ്റ് ഈസ് ദ ഫ്രൂട്ടിംഗ് ബോഡി. ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര് ബെസിഡിയോ കാർപ്പ്. അപ്പോൾ ഒന്ന് പറഞ്ഞ മക്കളെ, ബെസിഡിയോസ്പോർ ആണ് അവിടുത്തെ സെക്ഷൽ സ്പോർ. സ്പൊറാഞ്ചിയത്തിന്റെ പേര് ബെസിഡിയം. ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര് ബെസിഡിയോ കാർപ്പ്. ഓക്കെ ആണ്. ഇനി ഇവരിൽ വരുന്ന എക്സാമ്പിളുകൾ. ഒന്ന് അഗാരിക്കസ്. നമ്മുടെ കോമൺ മഷ്റൂം എന്നറിയപ്പെടുന്ന അഗാരിക്കസ്. ഇനി അസ്റ്റിലാഗോ. ആരാണ്? അസ്റ്റിലാഗോ. അതൊരു സ്മട്ടാണ്. അസ്റ്റിലാഗോ ആരാണ്? ഒരു സ്മട്ടാണ്. എന്തോ സ്മട്ട്? വൈറ്റ് കളേർഡ് പൗഡറി ഫംഗസ് ഈസ് കാൾഡ് സ്മട്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ആര്? അസ്റ്റിലാഗോ. അതുപോലെ തന്നെ അടുത്തതാണ് പക്സീനിയ. ബ്രൗൺ കളേർഡ് പൗഡറി ഫംഗസ് ആണ് പക്സീനിയ. റസ്റ്റ്. അതെന്താണ്? റസ്റ്റ് ആണ്.
ഓക്കെ, അപ്പോൾ വൈറ്റ് കളേർഡ് പൗഡറി ഫംഗസ് ആയിട്ടുള്ള സ്മട്ടാണ് അസ്റ്റിലാഗോ, ബ്രൗൺ കളേർഡ് പൗഡറി ഫംഗസ് ആയിട്ടുള്ള റസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത് പക്സീനിയ. ഇത്രയേ ഉള്ളൂ ബെസിഡിയോമൈസീറ്റസ്. ഇനി അപ്പൊ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ് കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. ഇനി അടുത്തതാണ് ലാസ്റ്റ് ഗ്രൂപ്പ്, ആരാടെ? ഡ്യൂട്ടറോമൈസീറ്റസ്. ഡ്യൂട്ടറോമൈസീറ്റസ്. ഇനി ശ്രദ്ധിച്ചോണം, ഇവരിൽ ആദ്യം പറഞ്ഞ ആളൊഴികെ, ആരൊഴികെ? നമ്മുടെ ഫൈക്കോമൈസീറ്റസ് ഒഴികെ ബാക്കി എല്ലാവർക്കും സെപ്റ്റേറ്റ് മൈസീലിയമാണ്. ഇവൻ ലോവർ ഫംഗസ് ആണെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവന്റെ മൈസീലിയം എന്താണ്? എസെപ്റ്റേറ്റ് അഥവാ സീനോസൈറ്റിക് മൈസീലിയമാണ്. ഇവർക്ക് എല്ലാവർക്കും സെപ്റ്റേറ്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാവർക്കും സെപ്റ്റേറ്റ് മൈസീലിയമാണ്. ഓക്കെ, ഇനി ഡ്യൂട്ടറോമൈസീറ്റസ് ശ്രദ്ധിച്ചോടെ. ഡ്യൂട്ടറോമൈസീറ്റസ് ആർ ദ ഗ്രൂപ്പ് ഓഫ് ഇംപെർഫെക്റ്റ് ഫംജൈ. ഇവരെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഇംപെർഫെക്റ്റ് ഫംജൈ എന്നാണ് വിളിക്കുന്നത്. കാരണം their sexual reproduction is unknown. ഈ ഡ്യൂട്ടറോമൈസീറ്റസിൽ വരുന്ന ഫംഗസുകളുടെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് അറിവില്ല. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇംപെർഫെക്റ്റ് ഫംജൈ എന്ന് വിളിക്കും. But Deuteromycetes are called imperfect fungi because their sexual reproduction is unknown. അവരുടെ എന്തറിയില്ല നമുക്ക്? സെക്ഷൽ പരീക്ഷയ്ക്ക് ചോദിക്കുമേ മക്കളെ. The Deuteromycetes is called imperfect fungi. Why? It is because their sexual reproduction is not yet discovered. ഇതുവരെയും നമ്മൾ ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ടില്ല. But there അപ്പോൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിക്കാത്തവരെ എല്ലാം കൂടി ഇടാനുള്ള ഗ്രൂപ്പാണ് ആരെന്ന് പറയുന്നത്? ഡ്യൂട്ടറോമൈസീറ്റസ്. അതിന് ഒരു പെർഫെക്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് അൺനൗൺ. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒന്നുകിൽ ആസ്കോമൈസീറ്റസിലോട്ട് മാറ്റും അല്ലെങ്കിൽ ബെസിഡിയോമൈസീറ്റസിലോട്ട് മാറ്റും. അപ്പുറത്തോട്ട് മാറ്റാൻ പറ്റത്തില്ല ഫൈക്കോമൈസീറ്റസ്, കാരണം ഇവരുടെ മൈസീലിയം സീനോസൈറ്റിക് അല്ല. ലോവർ ഫംഗസുകൾ മാത്രമേ ഫൈക്കോമൈസീറ്റസിൽ വരുള്ളൂ കേട്ടോ. അപ്പൊ ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിച്ചാൽ അങ്ങനെ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് അൺനൗൺ. Asexual reproduction takes place by conidia. Asexual reproduction ഏത് വഴിയാണ് നടക്കുന്നത്? കൊണിഡിയോസ്പോറുകൾ വഴിയാണ്. കൊണിഡിയോസ്പോറുകൾ വഴിയാണ്. കൊണിഡിയോസ്പോർസ്. ഇനി ഇവരുടെയും എക്സാമ്പിൾ പഠിക്കണം. ഇവരുടെയും എക്സാമ്പിൾ ആൾട്ടർനേറിയ. പറയടേ. ഡ്യൂട്ടറോമൈസീറ്റസിന്റെ എക്സാമ്പിൾ ആണ് ആൾട്ടർനേറിയ, കോളിറ്റോട്രൈക്കം, ട്രൈക്കോഡെർമ. ഓൾട്ടർനേറിയ, കോളിറ്റോട്രൈക്കം, ട്രൈക്കോഡെർമ. ഓൾട്ടർനേറിയ, കോളിറ്റോട്രൈക്കം, ട്രൈക്കോഡെർമ. അപ്പോൾ ഓരോ ക്ലാസ്സുകളിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുടെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച് നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി. ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഫംഗസിന്റെ ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. കണ്ടോ, എക്സാമ്പിൾ വെച്ചുള്ള ചോദ്യമാണ്. ഫൈക്കോമൈസീറ്റസ് എന്തുമായിട്ട് മാച്ച് ചെയ്യും മക്കളെ? ഫൈക്കോമൈസീറ്റസിനെ നിങ്ങൾ എന്തുമായിട്ട് മാച്ച് ചെയ്യും? റൈസോപ്പസുമായിട്ട് മാച്ച് ചെയ്യും. ആസ്കോമൈസീറ്റസിനെ എന്തുമായിട്ട് മാച്ച് ചെയ്യും? ആസ്കോമൈസീറ്റസ് പെനിസീലിയവുമായിട്ട് മാച്ച് ചെയ്യും. ബെസിഡിയോമൈസീറ്റസിനെ എന്തുമായിട്ട് മാച്ച് ചെയ്യും? അഗാരിക്കസുമായി മാച്ച് ചെയ്യും. ഡ്യൂട്ടറോമൈസീറ്റസിനെ എന്തുമായിട്ട് മാച്ച് ചെയ്യും? ഓൾട്ടർനേറിയ. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാലല്ലോ ഓൾട്ടർനേറിയം, കോളിറ്റോട്രൈക്കോ, ട്രൈക്കോഡെർമയും. ശരിയല്ലേ മക്കളെ? അടുത്തത്, the symbiotic association of fungi with the roots of higher plant is called mycorrhizae. How the mycorrhizal association helpful to plant? പ്ലാന്റിന് മൈക്കോറൈസൽ അസോസിയേഷൻ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എന്തുവാടെ? the fungus helps to absorb minerals from the soil. The fungus helps to absorb minerals from the soil. Then what is the role of fungus in mycorrhiza? മൈക്കോറൈസയിൽ ഫംഗസിന്റെ റോൾ എന്താണ്? അറിയാലോ. ഫംഗസ് എന്താണ്? It helps to absorb minerals from soil. Okay, identify the two classes of fungi marked as A and B. Okay, ഫൈക്കോയും ഡ്യൂട്രോയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏതായിരിക്കും? ഇത് ആസ്കോമൈസീറ്റസ്. ഇത് ഏതായിരിക്കും? ബെസിഡിയോമൈസീറ്റസ്. ഓക്കെ അല്ലേ മക്കളെ? ബെസിഡിയോമൈസീറ്റസ്. ഓക്കെ, നെക്സ്റ്റ്, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മഷ്റൂം അഗാരിക്കസ് ആണെങ്കിൽ ബ്രെഡ് മോൾഡ് ആരാണ്? ബ്രെഡ് മോൾഡ് ആരാ? റൈസോപ്പസ്. 2023 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈസോപ്പസിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ബ്രെഡ് മോൾഡ് എന്നറിയപ്പെടുന്നത്. മകളെ, ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാനത്തെ ടോപ്പിക് ആരാ? വൈറസസ്, വൈറോയിഡ്സ്, പ്രിയോൺസ് ആൻഡ് ലൈക്കൻസ്. മകളെ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ചാടിപ്പോയവരാണ്.
ഇവരെയൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? വിറ്റാക്കറിന് കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ ചാടിപ്പോയവരെ നമ്മൾ പറയുന്ന പേരാണ് വൈറസസ്, വൈറോയിഡ്സ്, പ്രിയോൺസ് ആൻഡ് ലൈക്കൺസ്. അവരെ കുറിച്ച് കൂടി പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ഗ്രൂപ്പായിട്ടുള്ള ആരെ കുറിച്ച് പഠിക്കാം? വൈറസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, വൈറസുകളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ. ഇങ്ങോട്ട് നോക്ക്. വൈറസുകൾ എന്തുകൊണ്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടില്ല എന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയണം ദ വൈറസസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസം. സെല്ലില്ലാത്ത ആളുകളാണ് അവർ. ഓർഗാനിസം എന്ന് പറയാൻ പറ്റത്തില്ല, നോൺ സെല്ലുലാർ പാർട്ടിക്കിൾ. വൈറസുകൾ എന്ന് പറഞ്ഞാൽ സെല്ലില്ലാത്ത പാർട്ടിക്കിളുകളാണ്. അതുകൊണ്ട് അവരെ എവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് 5 കിങ്ഡം ക്ലാസ്. കാരണം ഓർഗാനിസങ്ങളെയാണ് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ. അപ്പോൾ ഇവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹാവിങ് ആൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് എ ലിവിങ് സെൽ. ഒരു ലിവിങ് സെല്ലിന്റെ പുറത്തായിരിക്കുമ്പോൾ വൈറസുകൾ എല്ലായ്പ്പോഴും ഒരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലായിരിക്കും. വൈറസസ് എന്ന് പറഞ്ഞാൽ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. സെല്ലുകളൊന്നുമില്ല. അവയ്ക്കാകെ അവരുടെ സെല്ലിലുള്ളത് രണ്ടേ കാര്യങ്ങളാണ്. The viral cell consists of or a viral particle consists of 2 components. വൈറൽ പാർട്ടിക്കിളിനകത്ത് 2 കമ്പോണന്റുകളാണുള്ളത്. ഒന്ന് ഒരു ജനറ്റിക് മെറ്റീരിയലും, ദാറ്റ് മേ ബി DNA or RNA. DNA or RNA ഏതെങ്കിലും ഒന്നേ കാണുള്ളൂ. DNA or RNA. DNA or RNA ജനറ്റിക് മെറ്റീരിയലും കാണും. DNA or RNA and a protein coat called ക്യാപ്സിഡ്. ക്യാപ്സിഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോട്ടും കാണും. അപ്പോൾ വൈറൽ പാർട്ടിക്കിൾ കൺസിസ്റ്റ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ DNA or RNA or പ്രോട്ടീൻ കോട്ട്, ദാറ്റ് ഈസ് കോൾഡ് ക്യാപ്സിഡ്. പ്രോട്ടീൻ കോട്ടായിട്ടുള്ള ക്യാപ്സിഡും കാണും, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA-യോ RNA-യോ കാണും. DNA-യോ RNA-യോ കാണും. ഇനി നോക്കുക മക്കളെ. Once they infect a cell, they take over the machinery of the host cell to replicate themselves and killing the host. എങ്ങനെയാണ് ഒരു വൈറസ് ഒരു സെല്ലിൽ കയറി ആ സെല്ലിനെ നശിപ്പിക്കുന്നത്? Once they infect a cell, ഒരു സെല്ലിനകത്ത് കയറി ഇൻഫെക്ഷൻ തുടങ്ങിയാൽ they take over the machinery of the host cell. ആ ഹോസ്റ്റ് സെല്ലിനകത്തെ എല്ലാ മെഷീനറീസും ആരും ഉപയോഗിക്കാൻ തുടങ്ങും. ഈ പറയുന്ന വൈറസ് യൂസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് themselves and killing the host. അവസാനം അത് ആ ഹോസ്റ്റിനെ എന്ത് ചെയ്ത് കളയും? ഇല്ലാതാക്കി കളയും. ഇനി ഓർത്തോണം, വൈറസിനെ കണ്ടുപിടിക്കപ്പെട്ട ഹിസ്റ്ററി. ഇവിടുന്ന് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് പഠിക്കുക. അതായത് നോക്ക്, വൈറസ് മീൻസ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ്. വൈറസിന്റെ അർത്ഥം എന്താണ്? വെനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ്. ദിമിത്രി ഇവാനോസ്കി in 1892 recognized certain microbes as causal organism of mosaic disease of tobacco. ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിക്കപ്പെടുന്ന വൈറസിനെ ഒബ്സർവ് ചെയ്തത് ആരായിരുന്നു? ദിമിത്രി ഇവാനോസ്കി in 1892. 1892 ദിമിത്രി ഇവാനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോകത്തിൽ ആദ്യമായി വൈറസിനെ കണ്ടത്. വൈറസ് അദ്ദേഹം ഏത് പാത്തോജനെയാണ് കണ്ടത്? ടുബാക്കോ മൊസൈക്ക് രോഗം ഉണ്ടാക്കുന്നത്. അതിന് നമ്മളിപ്പോൾ ടുബാക്കോ മൊസൈക്ക് വൈറസ് അഥവാ TMV എന്നാണ് വിളിക്കുന്നത്. ടുബാക്കോ മൊസൈക്ക് വൈറസിനെയാണ് ലോകത്തിൽ ആദ്യമായി കണ്ടത്. അദ്ദേഹം ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ദീസ് വെയർ ഫൗണ്ട് ടു ബി സ്മോളർ ദാൻ ബാക്ടീരിയ ബിക്കോസ് ദേ ക്യാൻ പാസ് ത്രൂ ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റേഴ്സ്. ബാക്ടീരിയകളെ അരിക്കുന്ന അരിപ്പയിലൂടെ വൈറസുകൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അവരാരെ കാട്ടി ചെറുതാ? ബാക്ടീരിയകളെ കാട്ടി ചെറുതാ. അപ്പൊ ബാക്ടീരിയകളെ കാട്ടി ചെറിയ ഒരു ജീവിയോ എന്തോ ഒരു സാധനമാണ് ഈ പറയുന്ന ടുബാക്കോയിൽ മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത് എന്ന് മാത്രം ഇദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷം MW ബെയ്ജർനിക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് 1898 MW ബെയ്ജർനിക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ദ എക്സ്ട്രാക്ട് ഓഫ് ഇൻഫെക്റ്റഡ് പ്ലാന്റ് ഓഫ് ടൊബാക്കോ കുഡ് കോസ് ഇൻഫെക്ഷൻ ഇൻ ഹെൽത്തി പ്ലാന്റ്സ് ആൻഡ് നെയ്മഡ് ദ ന്യൂ പാത്തോജൻ വൈറസ് ആൻഡ് കോൾഡ് ദ ഫ്ലൂയിഡ് ആസ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം ഓർ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. എന്താ പറഞ്ഞത്? MW ബെയ്ജർനിക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് 1898 എന്ത് ചെയ്തു? ഒരു ടൊബാക്കോ ഡിസീസ് മൊസൈക്ക് ഡിസീസ് ബാധിച്ച ടൊബാക്കോയിൽ നിന്ന് കുറച്ച് എക്സ്ട്രാക്ട് എടുത്തിട്ട് ഒരു ഹെൽത്തി പ്ലാന്റിൽ കുത്തിവെച്ചു. അപ്പോൾ ഹെൽത്തി പ്ലാന്റും എന്തായി മാറി? ഡിസീസ്ഡ് ആയി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി, എന്തോ ഒരു ഫ്ലൂയിഡ് പോലെ ഇരിക്കുന്ന സാധനമാണ് ഈ ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാത്തോജനെ അദ്ദേഹം വിളിച്ചു ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വൈറസ് എന്ന് വിളിച്ചു. ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വൈറസ്, ദാറ്റ് ഈസ് കണ്ടേജിയം. അദ്ദേഹത്തിന്റെ ഭാഷയിൽ കണ്ടേജിയം വൈവം ഫ്ലൂയിഡ്, ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വൈറസ്. ഓക്കെ, ദെൻ WM സ്റ്റാൻലി in 1935 1935 ആര്? WM സ്റ്റാൻലി showed that virus could be crystallized and crystals consist largely of proteins.
വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. ഒരു ഹോസ്റ്റ് ബോഡിയുടെ പുറത്തിരിക്കുന്ന സമയത്ത് എല്ലാ വൈറസുകളും ഇനേർട്ട് ക്രിസ്റ്റലൈൻ ഷേപ്പ് ആയിരിക്കും. എല്ലാ വൈറസുകളും ക്രിസ്റ്റൽ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ആ ക്രിസ്റ്റലിൽ കൂടുതലുള്ളത് എന്താണ്? പ്രോട്ടീൻസ് ആണ്. അത് കണ്ടുപിടിച്ച ആരാ? 1935 WM സ്റ്റാൻലി ആണ്. അപ്പോൾ DJ ഇവാനോസ്കി എന്ത് കണ്ടുപിടിച്ചു? ആദ്യം ദിമിത്രി ഇവാനോസ്കി എന്ത് കണ്ടുപിടിച്ചു? 1892 ആദ്യമേ ടുബാക്കോ മൊസൈക്ക് വൈറസിനെ കണ്ടുപിടിച്ചു. അത് ബാക്ടീരിയകളെക്കാൾ ചെറുതാണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം MW ബേജറിനൊക്കെ 1898 എന്ത് കണ്ടുപിടിച്ചു? ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്ന അർത്ഥം വരുന്ന അല്ലെങ്കിൽ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന അർത്ഥം വരുന്ന വൈറസ് എന്നുള്ള പേര് കൊടുത്തു. അതിനുശേഷം ആരാണ്? 1935 WM സ്റ്റാൻലി എന്ത് പറഞ്ഞു? വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. ഒരു ഹോസ്റ്റിന്റെ ബോഡിയുടെ പുറത്തായിരിക്കുമ്പോൾ വൈറസ് ക്രിസ്റ്റൽ ഷേപ്പാണ്, അതിൽ കൂടുതൽ പ്രോട്ടീൻ ആണ്. ദേ ഇനേർട്ട് ഔട്ട്സൈഡ് ദെയർ സ്പെസിഫിക് ഹോസ്റ്റ് സെൽ. വൈറസ് ആർ ഒബ്ലിഗേറ്ററി പാരസൈറ്റ്. ഒരു ഹോസ്റ്റിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ മാത്രമേ വൈറസിന് എന്തുള്ളൂ? വൈറസിന് ലിവിങ് സ്റ്റേറ്റ് ഉള്ളൂ. അതിന്റെ പുറത്തിരിക്കുമ്പോൾ അതെന്താണ്? ഒരു ഇനേർട്ട് സ്ട്രക്ചറാണ്. ആരുമായും പ്രവർത്തിക്കാത്ത ഇനേർട്ട് സ്ട്രക്ചറാണ് ആരെന്ന് പറയുന്നത്? വൈറസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ മക്കളെ, വൈറസിന് എന്തൊക്കെയുണ്ട്? ഇൻ അഡീഷൻ ടു പ്രോട്ടീൻ, വൈറസസ് ഓൾസോ കണ്ടെയ്ൻ ജനറ്റിക് മെറ്റീരിയൽ. വൈറസിനകത്തൊരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഇനി നോക്കിക്കോണേ മക്കളെ, ആ ജനറ്റിക് മെറ്റീരിയൽ ചിലപ്പോൾ DNA ആവാം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? DNA വൈറസ് എന്ന് വിളിക്കും. ഇനി അത് ചിലപ്പോൾ RNA ആവാം. RNA ആണെങ്കിൽ അതിനെ നമ്മൾ RNA വൈറസ് എന്ന് വിളിക്കും. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ DNA ആണെങ്കിൽ അത്തരം വൈറസിനെ DNA വൈറസ് എന്ന് വിളിക്കും. RNA ആണെങ്കിൽ RNA വൈറസ് എന്ന് വിളിക്കും. ആ RNA വൈറസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസും സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസും ഡബിൾ സ്ട്രാൻഡഡ് RNA വൈറസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ RNA പൊതുവെ സിംഗിൾ സ്ട്രാൻഡഡ് അല്ലേ? ആണ്. പക്ഷേ ചില വൈറസുകളിൽ RNA ചിലപ്പോൾ എന്തായിട്ടും കാണാം, റൈബോന്യൂക്ലിക് ആസിഡ് ചിലപ്പോൾ എന്തായിട്ടും കാണാം, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടും കാണാം. അപ്പോൾ വൈറസുകളിൽ DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരാം, RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരാം. DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരികയാണെങ്കിൽ അത്തരം വൈറസിനെ DNA വൈറസ് എന്ന് വിളിക്കും. RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരികയാണെങ്കിൽ അത്തരം വൈറസിനെ നമ്മൾ എന്ത് വിളിക്കും? RNA വൈറസ് എന്ന് വിളിക്കും. RNA വൈറസുകൾ ചിലപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകളായിരിക്കും, ഒറ്റ സ്റ്റാൻഡുള്ള RNA ഉള്ള വൈറസുകളായിരിക്കും, ചിലപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകളായിരിക്കും. ഇനി സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ് മിക്കവാറും പ്ലാന്റ് വൈറസുകളെല്ലാം. എന്തുകളെ പറഞ്ഞേ? പ്ലാന്റ് വൈറസുകളെല്ലാം മിക്കവാറും എന്തായിരിക്കും? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകളായിരിക്കും. പ്ലാന്റ് വൈറസസ് ആർ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസസ്. Plant viruses are single stranded RNA viruses and double stranded RNA വൈറസുകളും ഉണ്ട്. ഓക്കെ, ഇനി DNA വൈറസും സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസും ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസും അനിമൽ വൈറസ് ആയിട്ട് വരാം. പക്ഷെ പ്ലാന്റ് വൈറസുകൾ മിക്കവാറും എന്തായിരിക്കും? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകളായിരിക്കും. ഇനി DNA വൈറസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ പറയണം ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് ആരാണ്? ബാക്ടീരിയോഫേജ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ബാക്ടീരിയോഫേജ് ഈസ് എ വൈറസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിന്റെ പേരാണ് ബാക്ടീരിയോഫേജ്. നമുക്ക് കാണാം, ചിത്രം ഒന്ന് കാണാം. ഇത് നോക്ക്, ഇതാണ് ടുബാക്കോ മൊസൈക്ക് വൈറസ്. ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട വൈറസ് ആണ് ആരെന്ന് പറയുന്നത്? ടുബാക്കോ മൊസൈക്ക് വൈറസ്, TMV എന്ന് പറയും. ഇതിനപ്പോ ഏതായിരിക്കും ജനറ്റിക് മെറ്റീരിയൽ? നിങ്ങൾ പറയാം പ്ലാന്റ് വൈറസ് അല്ലേ? അപ്പൊ പ്ലാന്റ് വൈറസുകൾ എന്ത് വൈറസ് ആയിരിക്കും എന്നാ ഞാൻ നേരത്തെ പറഞ്ഞ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. കണ്ട, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. ഇനി ഇവരുടെ ഈ പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ പറയുന്ന പേര്, ഏതൊരു വൈറസിന്റെ ആയാലും പുറത്തുള്ള പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപ്സിഡ്. ദ പ്രോട്ടീൻ കോട്ട് ഓഫ് വൈറസ് ഈസ് കോൾഡ് ക്യാപ്സിഡ്. ക്യാപ്സിഡ് നിർമ്മിച്ചിരിക്കുന്ന സിംഗിൾ യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ഓഫ് ക്യാപ്സിഡ്. ക്യാപ്സിഡ് നിർമ്മിച്ചിരിക്കുന്ന യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപ്സോമിയേഴ്സ്. ക്യാപ്സിഡ് നിർമ്മിച്ചിരിക്കുന്ന യൂണിറ്റുകളെ എന്ത് വിളിക്കും? ക്യാപ്സോമിയേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ പ്രോട്ടീൻ കോട്ട് ഈസ് കോൾഡ് ക്യാപ്സിഡ് ആൻഡ് ദ ക്യാപ്സിഡ് ഈസ് മേഡ് അപ്പ് ഓഫ് സിംഗിൾ യൂണിറ്റ്സ് കോൾഡ് ക്യാപ്സോമിയേഴ്സ്. ക്യാപ്സിഡ് നിർമ്മിച്ചിരിക്കുന്ന സിംഗിൾ യൂണിറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്നത്. ക്യാപ്സോമിയേഴ്സ്. ഇനി മക്കളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ഒരു ചോദ്യമുണ്ട്. ഒരു പ്ലാന്റിനെ വൈറസ് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ മക്കളെ, മൊസൈക്ക് ഫോർമേഷൻ, ലീഫ് റോളിങ്, കേളിങ്, യെല്ലോയിങ്, വെയിൻ ക്ലിയറിങ്, ഡ്വാർഫിങ്, സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഇതൊക്കെയാണ് ഒരു വൈറസ് പ്ലാന്റിനെ അഫക്റ്റ് ചെയ്താൽ ആ പ്ലാന്റ് കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഒന്ന്, അതിൻ്റെ മേളിൽ മൊസൈക്ക്, ഇലകളുടെയൊക്കെ മുകളിൽ മഞ്ഞ കുത്തുകൾ വീഴും, മൊസൈക്ക് ഫോർമേഷൻ. ലീഫ് റോളിങ്, ഇലകൾ ചുരുണ്ടുപോകും. ലീഫ് കേളിങ്, ഇലകൾ മടങ്ങിപ്പോവുക. ആൻഡ് യെല്ലോയിങ്,
ലീഫുകളൊക്കെ യെല്ലോ കളർ ആവുക. വെയിൻ ക്ലിയറിങ്. എന്താണ് വെയിൻ ക്ലിയറിങ്? ഈ പറയുന്ന വെയിനുകൾ, ലീഫിന്റെ മുകളിൽ കാണുന്ന വെയിനുകളെല്ലാം അഴുകിപ്പോവുക. ആൻഡ് ഡ്വാർഫിങ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിച്ചു പോവുക. ഇതാണ് വൈറസ് ഒരു പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്താൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ. വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്. നമുക്ക് മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ് ഇതൊക്കെ ആരുണ്ടാക്കുന്ന രോഗങ്ങളാണ്? വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് മക്കളെ. അടുത്തത് ഇത് ബാക്ടീരിയ, ഇത് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. ഇത് ബാക്ടീരിയോഫേജ് ആണ്. ചിത്രം തന്നിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ഇത് ബാക്ടീരിയോഫേജ് ആണ്. ആരാ ഈ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ? വൈറസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ ഈസ് കാൾഡ്. ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? ബാക്ടീരിയോഫേജ് എന്ന് വിളിക്കുന്നത്. ബാക്ടീരിയോഫേജ്. ദെൻ അടുത്ത നോക്കുന്ന മക്കളെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ രക്ഷപ്പെട്ട ഒരാളെ പഠിച്ചു. വൈറസ്, അവനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തതാണ് വൈറോയിഡ്സ്. ആരാണ് വൈറോയിഡ്സ്? ഇൻ 1971 1971 T.O. Daynier, ആരാണ്? T.O. Daynier ഡിസ്കവേർഡ് എ ന്യൂ ഇൻഫെക്ഷസ് ഏജന്റ് ദാറ്റ് വാസ് സ്മോളർ ദാൻ വൈറസ്. വൈറസിനേക്കാൾ ചെറിയ ഒരു ഇൻഫെക്ഷസ് ഏജന്റിനെ ആര് കണ്ടുപിടിക്കുന്നു? T.O. Daynier കണ്ടുപിടിക്കുന്നു ഇൻ 1971 ആൻഡ് കോസ്ഡ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. അതെന്തായിരുന്നു ഉണ്ടാക്കിയ രോഗം? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. വൈറോയിഡ് ഉണ്ടാക്കുന്ന രോഗമാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി എ ഫ്രീ RNA ആൻഡ് ഇറ്റ് ലാക്ക്ഡ് ദ പ്രോട്ടീൻ കോഡ്. വൈറസിൽ കാണപ്പെടുന്നത് പോലെ ഇവരിൽ എന്തില്ല? പ്രോട്ടീൻ കോട്ട് ഇല്ല. പകരം എന്ത് മാത്രമേ ഉള്ളൂ? എ ഫ്രീ RNA മാത്രമേ ഉള്ളൂ. ഹെൻസ് ദ നെയിം വൈറോയിഡ്. വൈറസിൽ നിന്ന് എന്തോ ഒന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് ആ വൈറോയിഡ് എന്നുള്ള പേര് കൊടുത്ത. ആൻഡ് ദ RNA ഓഫ് ദ വൈറോയിഡ് വാസ് ലോ മോളിക്കുലാർ വെയിറ്റ്. അതായത് വൈറോയിഡിന്റെ RNAക്ക് എന്താണ്? ലോ മോളിക്കുലാർ വെയിറ്റ് ആണ്. അപ്പോൾ വൈറസിന് ആകെ ഉള്ളത് ഒരു ജനറ്റിക് മെറ്റീരിയലും പ്രോട്ടീൻ കോട്ടും. ഇവിടെ RNA മാത്രമേ ഉള്ളൂ, ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. എന്തില്ല? പ്രോട്ടീൻ കോട്ട് ഇല്ല. ആ ഉള്ള RNA തന്നെ എന്താണ്? ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള RNA ആണ്. ആരാ ഇത് കണ്ടുപിടിച്ചത്? 1971 T.O. Daynier എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. ഇതുണ്ടാക്കുന്ന രോഗം ഏതാണ് പ്ലാന്റിൽ? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഇനി അടുത്തത് പ്രിയോൺസ്. അടുത്ത ആളാരാണ്? പ്രിയോൺസ് ആണ്. പ്രിയോൺസ് നോക്കിക്കോ. ഇൻ മോഡേൺ മെഡിസിൻ certain infectious neurological diseases were found to be transmitted by an agent consist of abnormally folded protein. പ്രിയോൺസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ജനറ്റിക് മെറ്റീരിയൽ പോലും ഇല്ല. എന്തോ മക്കളെ അത്? അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീനുകളാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ എന്തിനാണ് ഒരു പ്രോട്ടീനെ കയറി ഒരു ഓർഗാനിസം എന്നോ പാർട്ടിക്കിൾ എന്നൊക്കെ വിളിക്കുന്നത്? മക്കളെ, ദിസ് ക്യാൻ കോസ് ഇൻഫെക്ഷസ് ന്യൂറോളജിക്കൽ ഡിസീസസ്. ഇവർക്ക് മനുഷ്യന്റെ ബോഡിയിലും മൃഗങ്ങളുടെയൊക്കെ ബോഡിയിൽ ന്യൂറോളജിക്കൽ ഡിസീസുകൾ ഉണ്ടാക്കാൻ കഴിയും. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഇവരെ നമ്മളൊരു പാർട്ടിക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ദ ഏജന്റ് വാസ് സിമിലർ ഇൻ സൈസ് ടു വൈറസ്. വൈറസിന് സിമിലർ ആയ സൈസ് ആണ് ഇവർക്കുള്ളത്. ദീസ് ഏജന്റ്സ് വെയർ കോൾഡ് പ്രിയോൺസ്. ഈ ഏജന്റുകളെ പറയുന്ന പേരാണ് പ്രിയോൺ. അപ്പൊ അബ്നോർമലി ഫോൾഡഡ് പ്രിയോൺ എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്: the abnormally folded proteins that can cause serious neurological disorders in animals. അനിമലുകളിൽ സീരിയസ് ന്യൂറോളജിക്കൽ ഡിസീസുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഏജന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീനുകളായിട്ടുള്ള ഏജന്റുകളെ വിളിക്കുന്ന പേരാണ് പ്രിയോൺസ്. ആൻഡ് ദ മോസ്റ്റ് നോട്ടബിൾ ഡിസീസ് കോസ്ഡ് ബൈ പ്രിയോൺസ് ആർ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി അഥവാ BSC, കോമൺലി കോൾഡ് മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ. ഓക്കെ, ഇവരുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസീസാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി അഥവാ BSC എന്ന് പറയും. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. അതായത് ഈ കന്നുകാലികൾക്കൊക്കെ ഉണ്ടാകുന്ന രോഗമാണ് ഭ്രാന്തിപ്പശു രോഗം അഥവാ മാഡ് കൗ ഡിസീസ് എന്നറിയപ്പെടും. ഭ്രാന്തിപ്പശു രോഗം അഥവാ മാഡ് കൗ ഡിസീസ്. ആൻഡ് ഇറ്റ് ഈസ് അനലോഗസ് വേരിയന്റ് ടു CR ജേക്കബ് ഡിസീസ് ഇൻ ഹ്യൂമൻ. ഇത് മനുഷ്യരിൽ ഉണ്ടാകുന്ന CR ജേക്കബ് ഡിസീസിന് സിമിലർ ആണ്. CR ജേക്കബ് ഡിസീസ്, CJD എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. ആ ഡിസീസിന് സിമിലർ ആണ് ഏതെന്ന് പറയുന്നത്? ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്ന് പറയുന്ന ഡിസീസ് അബൌട്ട് ദ പ്രിയോൺസ്. ഇനി അവസാനത്തെ ആളാണ് ലൈക്കൻസ്. നമുക്കറിയാം, ലൈക്കൻസ് ആർ ദ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗസ്. അല്ലേ? ആൽഗയും ഫംഗസും തമ്മിലുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൽഗയും ഫംഗസും തമ്മിലുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് ആരെന്ന് പറയുന്നത്? ലൈക്കൻസ് എന്ന് പറയുന്നത്. ഇതിൽ മക്കളെ ഇവിടെ ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആൽഗൽ പാർട്ട്ണറിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ദേ ലൈക്കണിനകത്ത് ആൽഗൽ പാർട്ട്ണറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോണ്ട്. ആൽഗൽ പാർട്ട്ണർ ഇൻ ലൈക്കൺ ഈസ് കാൾഡ് ഫൈക്കോബയോണ്ട്. ഫംഗൽ പാർട്ട്ണർ ഇൻ ലൈക്കൺ ഈസ് കാൾഡ് മൈക്കോബയോണ്ട്.
ആൽഗൽ പാർട്ട്ണർ ഇൻ ലൈക്കൺ ഈസ് കാൾഡ് ഫൈക്കോബയോണ്ട്. ഫംഗൽ പാർട്ട്ണർ ഇൻ ലൈക്കൺ ഈസ് കാൾഡ് മൈക്കോബയോണ്ട്. ഫൈക്കോബയോണ്ടും മൈക്കോബയോണ്ടും. ആൽഗൽ പാർട്ട്ണറിനെ ഫൈക്കോബയോണ്ട് എന്ന് വിളിക്കും, ഫംഗൽ പാർട്ട്ണറിനെ മൈക്കോബയോണ്ട് എന്ന് വിളിക്കും. ആൽഗൽ പാർട്ട്ണർ ഫൈക്കോബയോണ്ട്, ഫംഗൽ പാർട്ട്ണർ മൈക്കോബയോണ്ട്. നോക്ക്, lichens are symbiotic association or mutually useful association between algae and fungus. The algal component is known as phycobiont and fungal component is known as mycobiont, which are autotrophic and heterotrophic respectively. Ini algae prepare food for the fungi and fungi return shelter and helps in the absorption of nutrients. മക്കളെ ഇനി ഇതിനൊരു പ്രത്യേകതയുണ്ട്. lichens are very good pollution indicators. They do not grow in polluted areas. ഈ ലൈക്കൺസിനെ നമുക്ക് എവിടെ കാണാൻ കഴിയില്ല? പൊല്യൂട്ടഡ് ഏരിയാസിൽ കാണാൻ കഴിയില്ല. മലിനീകരണം സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആരെ കാണാൻ കഴിയില്ല? ലൈക്കൺസിനെ കാണാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. ലൈക്കൺസ് ഡു നോട്ട് ഫൗണ്ട് ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് ആരെ കാണാൻ കഴിയില്ല? ലൈക്കൺസിനെ കാണാൻ കഴിയില്ല. ഓക്കെ, അടുത്ത Which of the following features is applicable to that വൈറസുമായി ബന്ധപ്പെട്ട ഈ ഒരു അവസാന ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. Which one of the following features is applicable to bacteriophages? ബാക്ടീരിയോഫേജുകളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? They are bacterial viruses. ശരിയാണ്. ഇവരാരാണ്? ബാക്ടീരിയൽ വൈറസുകളാണ്. They have double-stranded DNA as the genetic material. ശരിയാണ്. The protein coat is called capsid. ഇത് മൂന്നും എന്താണ് മക്കളെ? ബാക്ടീരിയോഫേജുമായി ബന്ധപ്പെട്ട് ശരിയാണ്. അപ്പം ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ ഏജന്റ് വിച്ച് കോസ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി അഥവാ മാഡ് കൗ ഡിസീസ്. ആരാ? പ്രിയോൺസ്. ഇനി വിച്ച് ഓഫ് ദിസ് ഓർഗാനിസം കോസ് മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ? ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ. ഏതാണ്? പ്രിയോൺസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഒബ്സർവ് ദ ഫിഗർ, ഐഡന്റിഫൈ ദ ഓർഗാനിസം. ആരാടെ അത്? നിങ്ങൾ പറഞ്ഞ എന്താണ്? ടുബാക്കോ മൊസൈക്ക് വൈറസ്. നിങ്ങൾ എഴുതുമ്പോൾ TME എന്നല്ല എഴുതേണ്ടത്, ടുബാക്കോ മൊസൈക്ക് വൈറസ്. ആൻഡ് മാർക്ക് ദ പാർട്സ് ലേബിൾഡ് ആസ് A and B. 1 and 2. 1 ഏതാണ്? RNA, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. 1 2O ക്യാപ്സിഡ്. പ്രോട്ടീൻ കോട്ടിനെ വിളിക്കുന്ന പേര് ക്യാപ്സിഡ്. ഇനി ഡിഫൈൻ പ്രിയോൺസ്. പ്രിയോൺസ് എന്താണെന്ന് പറയട്ടെ. The abnormally folded proteins that can cause serious neurological diseases in animals is called prions. Name the disease caused by prion. Prion ഉണ്ടാക്കുന്ന ഒരു ഡിസീസ്. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ബ്രാക്കറ്റിൽ എഴുതുക. മാഡ് കൗ ഡിസീസ് അല്ലേ? ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി അഥവാ മാഡ് കൗ ഡിസീസ്. മക്കളെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യുകയാണ്? പഠിച്ച് തീരുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നുള്ള മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല, ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇനി ലൈവ് കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ ഈ ചാപ്റ്റർ പക്കയായിട്ട് പഠിച്ചിരിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് സാർ ഇവിടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറച്ചത്. അപ്പോൾ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ പഠിച്ചു തീർന്നിരിക്കുകയാണ്. വൃത്തിയായ ലെക്ചേഴ്സ് കാണുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കുക. അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുക. ഓക്കെ.